നോക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അൽഹംദുലില്ലാഹ്, ഇന്ന് നമുക്ക് നമ്മളെ മിസ്കാത്ത് ഗ്രൂപ്പിന് വേണ്ടിയിട്ട് ഒരു പാരന്റിങ് ക്ലാസ് എടുക്കാൻ വേണ്ടിയിട്ട് ലുക്മാനുൽ ഹക്കീം സാറാണ് വന്നിട്ടുള്ളത്. മാഷാ അല്ലാഹ്. ഒരുപാട് തിരക്കുകൾക്കിടയിൽ നമുക്ക് വേണ്ടി സമയം കണ്ടെത്തി ഇവിടെ എത്തിയതാണ്. ഒരുപാട് മുഖവരകളില്ലാതെ ക്ലാസ് എടുക്കാൻ വേണ്ടിയിട്ട് ക്ഷണിച്ചുകൊള്ളുന്നു. മാഷാ അല്ലാഹ്. السلام عليكم ورحمة الله وبركاته. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. السلام عليكم ورحمة الله وبركاته. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എന്റെ വോയിസ് ക്ലിയർ ആണല്ലോ അല്ലേ? അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നസീറെ ബാക്കിയുള്ളവരൊന്ന് മ്യൂട്ട് ചെയ്തോ. ഏരി വരുന്നവര് സലാം പറഞ്ഞ് നിർത്തിയാല് അതെ, എല്ലാരും മ്യൂട്ട് ചെയ്യാം. വീഡിയോ ഓൺ ചെയ്തോളൂ. ആ. തുറന്ന് ക്ലോസ് ചെയ്ത്. ഇപ്പൊ വോയിസ് ക്ലിയർ അല്ലേ? ഞാൻ നേരത്തെ ഇയർഫോൺ ആയിരുന്നു, ഇപ്പൊ ഇയർഫോൺ ഒഴിവാക്കിയില്ല. ഓക്കെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലമ തസ്ലീമൻ കസീറ. അമ്മാ ബഅദ്. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. ഏറ്റവും സ്നേഹം നിറഞ്ഞ വിശ്വാസി സഹോദരിമാരെ, അള്ളാഹുവിന്റെ ദീനിന്റെ മാർഗത്തിൽ ഒരുമിച്ചു ചേർന്ന, അള്ളാഹുവിന്റെ വജ്ഹ് മാത്രം ഉദ്ദേശിച്ചുകൊണ്ട് അവന്റെ പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് ദീനിന്റെ മാർഗത്തിൽ ഒരുപാട് സേവനങ്ങൾ ചെയ്യണമെന്നും അത് തങ്ങളുടെ ജീവിതത്തിൽ പകർത്തിക്കൊണ്ടാകണമെന്നുമൊക്കെ ഏറെ നിഷ്ഠയോടുകൂടി ശ്രമിക്കുന്ന ഒരുപാട് പാരന്റ്സ് ആണ്, ഒരുപാട് സഹോദരിമാരാണ് എൻ്റെ മുന്നിലുള്ളത് എന്ന് മനസ്സിലാക്കാൻ സാധിച്ചതിൽ വളരെയധികം സന്തോഷമുണ്ട്. ഇങ്ങനെ ഒരു കാലത്തും ദീനിന് പ്രാധാന്യം കൊടുക്കുന്ന, ദീനിയായിക്കൊണ്ട് ജീവിക്കണമെന്ന് വളരെയധികം ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. തങ്ങളുടെ മക്കൾ ദീനിന്റെ മാർഗത്തിൽ വളരണം എന്നൊക്കെ ആഗ്രഹമുണ്ട് എന്ന നിലക്ക് ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായും ആരെ സംബന്ധിച്ചും അത് വളരെ സന്തോഷമുണ്ടാക്കുന്ന കാര്യമാണ്. ഞാൻ കൂടുതലൊന്നും ആമുഖമായിട്ട് പറയുന്നില്ല. സാധാരണ രൂപത്തിൽ ഒരു പ്രസംഗം നടത്തിക്കൊണ്ട് പോകാനും ഞാൻ ഉദ്ദേശിക്കുന്നില്ല. ഇടയിൽ ചില ചോദ്യങ്ങളൊക്കെ ചോദിച്ചുകൊണ്ട് തന്നെയാണ് ഞാൻ മുന്നോട്ട് പോകുന്നത്. ഏതാനും ചില കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ സംശയങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അതിന് മറുപടിയും പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എന്നോട് സംസാരിക്കാൻ ആവശ്യപ്പെട്ട വിഷയം പാരന്റിങ്ങുമായി ബന്ധപ്പെട്ടാണ്. പാരന്റിങ് അറിയേണ്ടതും ശ്രദ്ധിക്കേണ്ടതും, അതാണ് നമ്മൾ വിഷയത്തിന്റെ ടൈറ്റിലായിക്കൊണ്ട് കൊടുത്തിട്ടുള്ളത്. നമുക്കൊക്കെ അറിയാവുന്ന കാര്യമാണ് എന്താണ് പാരന്റിങ് എന്നുള്ളത്. ഇതിലുള്ള എല്ലാവരും പാരന്റ്സ് ആയിരിക്കും. എനിക്ക് ഇതിനു മുമ്പ് അറിയേണ്ട വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇതിലുള്ള പാരന്റ്സ്
എന്റെ മുന്നിൽ ഇരിക്കുന്ന ആളുകൾ ഏതൊക്കെ റേഞ്ചിലുള്ള പാരന്റ്സ് ആണ് എന്ന് എനിക്കൊന്ന് അറിയേണ്ടതുണ്ട്. ഞാൻ ഒരു ചെറിയ സാധനം നിങ്ങൾക്ക് അയച്ചു തരുന്നുണ്ട്, ഒരു പോൾ ഇടുന്നുണ്ട്. അത് നിങ്ങളെ സ്ക്രീനിൽ ഇപ്പോ കാണാൻ പറ്റുന്നുണ്ടാവും. നിങ്ങളുടെ പ്രായം എത്രയാണ് എന്ന് ചോദിച്ചുകൊണ്ട് ഒരു പോള് നിങ്ങൾക്കിപ്പോ അവിടെ ലൈവായിട്ട് കാണുന്നുണ്ടാവും. അതിലൊന്ന് വോട്ട് ചെയ്താൽ നന്നാകും. നിങ്ങളെ ഓപ്ഷൻ ഏതാണെന്നുള്ളത് ചെയ്തോളെ. നമുക്ക് ഒരു മിനിറ്റ് സമയം തരാം. ലൈവിലുണ്ടല്ലോ, നിങ്ങളെ സ്ക്രീന് നോക്കിയാൽ കാണും. നിങ്ങൾക്ക് അവിടെ എന്തെങ്കിലും വന്നിട്ടുണ്ടാവും. കാണുന്നില്ല എന്ന് മെസ്സേജ് വരുന്നുണ്ട്. കാണില്ലേ? ഓപ്പൺ എന്നുള്ള ആ, സൈഡിൽ പോള് എന്ന് പറഞ്ഞൊരു സാധനം വന്നിട്ടുണ്ട്. അവിടെ ഓപ്പൺ എന്ന് അടിച്ചു കൊടുത്താല് നിങ്ങൾക്ക് അത് കിട്ടും. അപ്പൊ 18 ആളുകളാണ് അതിന് റിപ്ലൈ തന്നിട്ടുള്ളൂ, 232 ആളുകളിൽ. എനിക്കെന്താ, നിങ്ങളെ ഫോണിപ്പോ കയ്യിലുള്ളവരെല്ലാരും ചെയ്യണം. കാരണം എന്താന്ന് വെച്ചാല് എന്റെ ക്ലാസ് ഏത് രൂപത്തിൽ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് എനിക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ ഏജ് കിട്ടണം. പോൾ ഓപ്പൺ ആണ്. ഇതുപോലെ പോളൊന്നും ചെയ്തിട്ട് അറിയില്ല കുറെ ആൾക്കാർക്ക്. അതുകൊണ്ടാണ് അവർ കാണുന്നില്ല എന്ന് പറയുന്നത്. എവിടെയാ നോക്കണ്ടേന്ന് അറിയാത്തത് കൊണ്ടാണ്. ഏകദേശം കൂടുതൽ ആൾക്കാരും ഒരു 75-80% ആൾക്കാർ 26 മുതൽ 45 വയസ്സിന്റെ ഇടയിലുള്ള ആൾക്കാരാണ്. ഞാൻ പോള് എൻഡ് ചെയ്യാം. ഓക്കെ, അപ്പോ ഞാൻ തൽക്കാലം ഇപ്പൊ പോൾ എൻഡ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ 25 മുതൽ 45 വരെയാണല്ലോ ഏറെക്കുറെ ആളുകളുടെയും ഒരു ഏജ് വരുന്നത്. ഓക്കെ, ഒരുപാട് ആളുകൾ കമന്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, മതി കമന്റ് മതി, ഏറെക്കുറെ എനിക്ക് കിട്ടിയിട്ടുണ്ട്. യഥാർത്ഥത്തില് ഇന്ന് ലോകം നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധിയാണ് പാരന്റിങ് എന്നുള്ളത്. അത് നമ്മൾ മാത്രല്ല എന്ത് ചെയ്യണത്, ആ വിഷയത്തിൽ നേരിടുന്ന ഒരു കാര്യം. നേരെ കുറച്ച് ഒരു മിനിറ്റ്. അഥവാ ലോകത്തെ എല്ലാ പാരന്റ്സും ഏത് കാലത്തും അവർ നേരിട്ട കാര്യമാണ് മക്കളുടെ വിഷയത്തിലുള്ള ഒരു ചോദ്യം. എന്റെ മക്കൾ എന്താ ഇങ്ങനെ, അവരെന്തുകൊണ്ട് ഞങ്ങൾ വിചാരിച്ച രൂപത്തിൽ, ഞങ്ങൾ പറയുന്ന രൂപത്തിൽ വളരുന്നില്ല എന്നുള്ളത്. ഇപ്പോ ഇതില് ഞാൻ ചോദിച്ച 2-3 ഏജ് പീരീഡ് ഉണ്ട് അല്ലെ. ഒന്നാമത്തെ ഏജ് പീരീഡ് ഏതായിരുന്നു? 18 മുതൽ ഒരു 25 വയസ്സ് വരെയുള്ള പ്രായമുള്ള ആളുകളാണ്. അങ്ങനെ ഉള്ള ഉത്തരവുള്ള അങ്ങനെയുള്ള ആളുകൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. നിങ്ങളുടെ പാരന്റ്സ് നിങ്ങളോട് എന്തൊക്കെ കംപ്ലൈന്റുകൾ പറഞ്ഞിട്ടുണ്ട്? ആ കംപ്ലൈന്റ് ആയിരിക്കൂല 26 വയസ്സ് മുതൽ 45 വയസ്സ് വരെയുള്ള പാരന്റ്സ് ആയ ആളുകളോട് അവരുടെ രക്ഷിതാക്കള്, അവരുടെ ഉമ്മമാര് പറഞ്ഞിട്ടുണ്ടാവുക പരാതി വേറെ ആയിരിക്കും. 45 വയസ്സിന് മുകളിലുള്ള പാരന്റ്സിന്, അഥവാ എന്റെ മുന്നിൽ കേൾക്കുന്ന ശ്രോതാക്കളിൽ പെട്ട ആളുകളോട് അവരുടെ ഉപ്പയും ഉമ്മയും പറഞ്ഞിട്ടുണ്ടാവുക കാരണം വേറെയാണ്. ഇപ്പോഴുള്ള ജനറേഷനിലുള്ള പാരന്റ്സ്, അഥവാ 18 to 25 പറഞ്ഞിട്ട് ഒന്ന് ഫോണായിരിക്കും, രണ്ടാമത്തത് TV ആയിരിക്കും. അതാണ് സിനിമ, TV, സീരിയൽ, ഇങ്ങനത്തെ കുറച്ച് സാധനങ്ങളായിരിക്കും എന്തുണ്ടാവുക ഈ 18 മുതൽ 25 വരെയുള്ള എന്റെ ശ്രോതാക്കളായ ആളുകൾ ഏറ്റവും കൂടുതൽ കേട്ടിട്ടുണ്ടാവുക. അതിനും അപ്പുറത്തുള്ളത് കാരണം വേറെയാണ്, അതിന്റെ മേലക്കുള്ളടുത്ത് കാരണം. അപ്പൊ ഞാൻ ഇത് പറഞ്ഞത് എന്തിനാ വെച്ചാല്, ഓരോ കാലത്തെയും പാരന്റ്സ് അവരുടെ മക്കളുടെ വിഷയത്തിൽ ആശങ്കകൾ പറഞ്ഞിട്ടുണ്ട്. ആ കാലഘട്ടത്തില് എന്ത് ചെയ്തിട്ടുണ്ട്, ആ കാലഘട്ടത്തിൻ്റെതായ പ്രശ്നങ്ങളും അന്നത്തെ അതിൻ്റെതായ പരിഹാരങ്ങളും ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് നമ്മുടെ മക്കൾ എന്താ ഇങ്ങനെ ഇപ്പത്തെ ഒരു പുതിയ കാലത്ത് ഈ സാഹചര്യത്തിൽ എന്ത് ചെയ്യണം നമ്മൾ ചോദിച്ചിട്ട് കാര്യമില്ല. ആ പരിഹാരത്തിലേക്ക് നമ്മൾ നീങ്ങിക്കഴിഞ്ഞാൽ
സ്വാഭാവികമായും അത് പരിഹരിക്കാവുന്ന വിഷയം മാത്രമേ ഉള്ളൂ. തലമുറയിലല്ല പ്രശ്നം. നമ്മൾ മനസ്സിലാക്കേണ്ടത് തലമുറയിലല്ല പ്രശ്നം, സാഹചര്യത്തിലാണ്. ഞാനൊരു ഉദാഹരണം പറയാം. നമ്മളൊക്കെ ബലൂണ് കണ്ടിട്ടുണ്ടല്ലോ അല്ലേ? ബലൂണ് വീർപ്പിച്ചിട്ടുണ്ടാകും. പല രൂപത്തിലും പല ആകൃതിയിലുമുള്ള ബലൂണുകളുണ്ട്. ഇപ്പൊ ഹേർട്ടിന്റെ ചിഹ്നമുള്ള ബലൂണുണ്ട്. ആ ബലൂണ് വീർപ്പിച്ച് കഴിഞ്ഞാൽ എന്തേ വരുള്ളൂ? ഹേർട്ടേ വരുള്ളൂ. അതേപോലെ തന്നെ റൗണ്ടിലുള്ള ബലൂൺ ആണെങ്കിൽ അത് വീർപ്പിച്ചാൽ റൗണ്ടേ വരുള്ളൂ. ഇനി ഒരു ബലൂൺ നമ്മൾ എന്ത് ചെയ്യാണ്? ഒരു പാത്രത്തിലോ ഒരു കുപ്പിയിലോ ഒക്കെ ആക്കിയിട്ടാണ് നമ്മൾ വീർപ്പിക്കുന്നത് എങ്കിൽ ആ ബലൂണിന്റേതായ വലുപ്പത്തിലേക്ക് എത്തോ? ഇല്ല. ആ കുപ്പിയുടെ വലുപ്പത്തിലേക്കായിരിക്കും എന്ത് ചെയ്യാ? ആ ബലൂൺ ഒതുങ്ങിത്തീരുക. അപ്പോ ഇതൊരു കുപ്പിയാണ്. ഈ കുപ്പിയിൽ ഞാൻ വെള്ളം നിറച്ചപ്പോ ഈ കുപ്പിയുടെ ആകൃതിക്കനുസരിച്ചാണ് ഇതിൽ എന്ത് ചെയ്തത്? വെള്ളം നിന്നത്. എന്നാൽ ഈ വെള്ളം ഞാൻ പുറത്തൊഴിവാക്കുകയാണെങ്കിലോ അത് ഒഴുകിപ്പോവും. അതല്ലെങ്കിൽ അതിന് എത്രത്തോളം നീങ്ങാൻ പറ്റുമോ അതിനനുസരിച്ച് എന്ത് ചെയ്യും? ആ വെള്ളം നീങ്ങി പോകും. ഇതുപോലെയാണ് നമ്മുടെ മക്കളുടെ അവസ്ഥ. അവരെന്ത് ചെയ്യും? നല്ല ഉഷാറായിട്ട് വളർന്നു വരും. ഈ വളർന്നു വരുമ്പോൾ നമ്മൾ കൊടുക്കുന്ന ബൗണ്ടറികളും നമ്മൾ കൊടുക്കുന്ന സാഹചര്യങ്ങളുമാണ് നമ്മുടെ മക്കൾ എന്താകുന്നു എന്ന ഒരു പ്രൊഡക്റ്റിലേക്ക് യഥാർത്ഥത്തിൽ വരുന്നത്. അത് നമ്മൾ പാരന്റ്സ് എന്നുള്ളവർക്ക് നമ്മളെല്ലാവരും മനസ്സിലാക്കേണ്ട കാര്യമാണ്. അപ്പോ ഈ കാലത്ത് ഫോണുണ്ട്, നെറ്റ് ഉണ്ട്, ഒക്കെ ഉണ്ടായിക്കോട്ടെ, സൗകര്യങ്ങൾ ഉണ്ടായിക്കോട്ടെ. മുമ്പ് നമ്മളെ കാലത്ത് ഫോണില്ല, നെറ്റില്ല. പക്ഷെ അത് എത്തിയപ്പോ അതിന്റെ ഉപയോഗം നമ്മളും ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്, അവരും ഉപയോഗപ്പെടുത്തുന്നുണ്ട്. നമ്മളും ഫോൺ ഉപയോഗിക്കുന്നുണ്ട്, അവരും ഫോൺ ഉപയോഗിക്കുന്നുണ്ട്. പക്ഷെ അതിനെ ഗൈഡ് ചെയ്യുവാനും അതിനെ തടുക്കേണ്ടടുത്ത് തടുക്കുവാനും തുറക്കേണ്ടടുത്ത് തുറക്കുവാനും പാരന്റ്സ് എന്നുള്ള നിലക്ക് എന്ത് ചെയ്യണം? നമുക്ക് പറ്റണം. അവിടെയാണ് നമ്മുടെ വിജയം. നമ്മുടെ മക്കളുടെ കാര്യത്തില് നമ്മള് ആശങ്കകൾ പറയുമ്പോൾ രണ്ട് കാര്യങ്ങളാണ്. മക്കള് വളരുക, അവരുടെ പാരന്റിങ് എന്നുള്ളത് രണ്ട് രൂപത്തിലാണ് ഉണ്ടാവുന്നത്. ഒന്ന്, മക്കള് വളരെയാണ്. രണ്ടാമത്, മക്കള് വളർത്താണ്. അങ്ങനെ രണ്ട് രൂപമാണ്. ഒന്ന് മക്കളെങ്ങനെ വിട്ടാലും ഓരോ രീതിക്ക് അങ്ങനെ വളരും, ഒരു പ്രശ്നം ഉണ്ടാവില്ല. പക്ഷെ അവിടെ നമുക്ക് ചില എന്താ പറയാ, ചില കോട്ടങ്ങൾ സംഭവിക്കും. എന്നാ മക്കളെ സാഹചര്യങ്ങൾ സെറ്റ് ചെയ്ത് അവരെ തിരിക്കേണ്ടടുത്ത് തിരിച്ച്, അവരെ നേരെ കൊണ്ടുപോകേണ്ടടുത്ത് നേരെ കൊടുത്ത്, തിരുത്തി കൊടുക്കേണ്ടടുത്ത് തിരുത്തി കൊടുത്ത് അങ്ങനെ മുന്നോട്ട് കൊണ്ടുപോവുകയാണെങ്കിലോ, അങ്ങനെ വളർത്തിയെടുത്താലോ നമുക്ക് നല്ല രൂപത്തിൽ നമ്മുടെ മക്കളെ മുന്നോട്ട് കൊണ്ടുവരാനും സാധിക്കും. ഞാൻ ഒരു പോള് കൂടി ഇവിടെ തരണം എന്ന് വിചാരിച്ചിരുന്നു. പക്ഷെ എന്ത് കഴിയില്ല, നിങ്ങളെ ഒന്നാമത്തെ പോള് തന്നെ പരാജയപ്പെട്ടുകൊണ്ട് ഞാനത് ആ ഒരു ശ്രമം ഉപേക്ഷിക്കുകയാണ്. എന്നാലും ഞാൻ നിങ്ങളോട് ഒരു ചോദ്യം ചോദിക്കും. നിങ്ങൾ ടൈപ്പ് ചെയ്തോളെ. നിങ്ങളുടെ മക്കളുടെ വിഷയത്തിൽ നിങ്ങൾ എല്ലാവരും സംതൃപ്തരാണോ? മക്കളുടെ വളർച്ച, മക്കളുടെ പഠനം, മക്കളുടെ ദീനി സാഹചര്യം, ഇതെല്ലാം നോക്കിയിട്ട് മകൻ എന്നുള്ള നിലക്ക്, മകൾ എന്നുള്ള നിലക്ക്, എന്റെ മകൻ, എന്റെ മകൾ, അവൾ ഓക്കെയാണ്, അവളുടെ എല്ലാ കാര്യത്തിലും ഞാൻ പൂർണ്ണ സംതൃപ്തനാണ്, അതല്ല ഭാഗികമായിട്ട് എനിക്ക് സംതൃപ്തിയുള്ളൂ, അല്ല ഞാൻ തീരെ സംതൃപ്തയല്ല എന്ന് നിങ്ങൾ ഒന്ന് പറയും, ഒന്ന് കമന്റ് അടിച്ചോളി. പ്രശ്നങ്ങളൊക്കെ പറഞ്ഞോളി. പറഞ്ഞത് അനുസരിക്കുന്നില്ല, അൽഹംദുലില്ലാ കുഴപ്പമില്ല, നോ, യെസ്, ഇല്ല, അൽഹംദുലില്ലാ 70%. റേറ്റിംഗ് ഒക്കെ കൊടുത്തോളി. 5 സ്റ്റാറും 4 സ്റ്റാർ ഒക്കെ കൊടുത്തോളി. ആശങ്ക ഉണ്ട്, നോ, ഭാഗികമായി, അൽഹംദുലില്ലാ, വെരി ഹാപ്പി, അൽഹംദുലില്ലാ, 70%, 90%, കുറച്ച്, കുഴപ്പമില്ല, ഹാപ്പി, കൺസേൺഡ്. ഓക്കെ, ശരി. അപ്പോ എന്താണ്, സമ്മിശ്രമാണ് പ്രതികരണങ്ങള്. എന്തായാലും നമുക്ക് ആശങ്കകളുണ്ട്. എന്താവും നമ്മുടെ മക്കള്, എന്താവും? അപ്പൊ ഈ ചോദ്യത്തിന് നമ്മൾ അഭിമുഖീകരിക്കുന്നതിന് മുമ്പ് നമ്മളോട് തന്നെ ഒന്ന് സ്വയം ചോദിക്കാം, നമ്മളെ മക്കള് നമ്മൾ പഠിച്ചിട്ടുണ്ടോ? നമ്മുടെ മക്കളെ നമുക്ക് അറിയുമോ? അവർക്ക് എന്തൊക്കെയാണ് ഇഷ്ടങ്ങള്, അവർക്ക് ഇഷ്ടമുള്ള കളർ എന്താണ്, അവർക്ക് ഇഷ്ടമുള്ള പഠന രീതി എന്താണ്, അവരുടെ ഇഷ്ടമുള്ള ഫുഡ് എന്താണ്, ഇഷ്ടപ്പെട്ട അവരുടെ എന്താ പറയാ ഫാൻസ്, അല്ലെങ്കിൽ അവര്
ഇടപെടുന്ന അല്ലെങ്കിൽ ഏറ്റവും ഡോക്യുമെന്ററികൾ അല്ലെങ്കിൽ സീരീസുകൾ അതെന്തൊക്കെയാണ്? ഇങ്ങനെ തുടങ്ങി മക്കളുടെ ഇഷ്ടങ്ങളെ സംബന്ധിച്ച് ഒരു പരിപൂർണമായിട്ടുള്ള ഒരു ബോധ്യം നമ്മൾ എടുത്തിട്ടുണ്ടോ? അതേപോലെ തന്നെ മക്കളുടെ ആഗ്രഹങ്ങള്, മക്കൾക്ക് എന്തൊക്കെയാകണം, അവർക്ക് ഒരുപാട് ആഗ്രഹങ്ങൾ ഉണ്ടാവും. ഇങ്ങനത്തെ ആഗ്രഹങ്ങളെ കുറിച്ച് നമുക്ക് ബോധ്യമുണ്ടോ? അതേപോലെ തന്നെ മക്കളുടെ താല്പര്യങ്ങള്, ഇതിനെ കുറിച്ചിട്ട് നമുക്ക് ഒരു ചിന്തയുണ്ടോ? അവിടെയാണ് നമ്മൾ ആലോചിക്കേണ്ടത്. നമ്മളും കുട്ടികളായിരുന്നു അല്ലെ? കമന്റ് നിർത്താം. നമ്മള് കുട്ടികളായിരുന്നു. നമ്മുടെ കുട്ടികളായിരുന്ന സമയത്ത് നമുക്കുണ്ടായിരുന്നില്ല ആഗ്രഹങ്ങള് അല്ലെ? നമുക്കുണ്ടായിരുന്നില്ലേ സന്തോഷങ്ങള്? നമുക്കുണ്ടായിരുന്നില്ലേ താല്പര്യങ്ങള്? നമുക്കുണ്ടായിരുന്നില്ല ഇഷ്ടങ്ങള്? ആ ഇഷ്ടങ്ങൾ ഇപ്പോ എന്താ പറയാ, കുറച്ചൊക്കെ കാലത്ത് മുമ്പ് വലിയ ട്രെൻഡിങ് സാധനമായിരുന്നു കുപ്പിവെള്ളം ഇടുക എന്ന് പറഞ്ഞാല്. മുന്നിലുള്ള ഫുള്ള് സ്ത്രീകളായതുകൊണ്ട്, ഉമ്മമാരായതുകൊണ്ട് ഞാൻ ചോദിക്കണേ, കുറച്ചു കാലം മുമ്പ് കുപ്പിവെള്ളം എന്നുള്ളത് ഒരു ട്രെൻഡിങ് ആയിരുന്ന ഒരു സമയം ഉണ്ടല്ലോ. അന്ന് കുപ്പിവെള്ളക്ക് വേണ്ടിയിട്ട് ഉമ്മാരോടും ഉപ്പാരോടും തല്ലുകൂടിയ ആൾക്കാരുണ്ടാവല്ലോ അവിടെ വാങ്ങിത്തരാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ മുത്തുമാലകൾക്ക് വേണ്ടിയിട്ട്, മുത്തുള്ള മാല അതിനു വേണ്ടിയിട്ടൊക്കെ എന്താ പറയാ എന്താ പറയാ എനിക്ക് വേണം എന്ന് ഉപ്പാരോടും ഉമ്മാരോടും പറഞ്ഞ് അത് കിട്ടാത്തതിന്റെ പേരിൽ വാശി പിടിച്ച് വീട്ടില് എന്താണ് ഡോറൊക്കെ എന്താ പറയാ തച്ച് പൊളിച്ച് അനിയനെ തലയണ കൊണ്ട് അടിച്ച് അങ്ങനൊക്കെ വാശി പിടിച്ച ആളുകൾ തന്നെയാണല്ലോ നമ്മള്. അതേ ആൾക്കാരുടെ മക്കൾ തന്നെയല്ലേ നമ്മളെ മക്കളും. അപ്പോ അവർക്കും ഇഷ്ടങ്ങളില്ലേ? അവർക്കും താല്പര്യങ്ങളില്ലേ? അവർക്കും ആഗ്രഹങ്ങളില്ലേ? ഇതൊക്കെ നമ്മളെ മക്കളെ വളർത്തുമ്പോ, അതല്ലെങ്കിൽ ആ നമ്മുടെ മക്കളുടെ ഭാവിയെ കുറിച്ച് നമ്മൾ ആലോചിക്കുമ്പോൾ ഇതൊക്കെ നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരേണ്ട സാധനങ്ങളാണ്. ഞാനും ഇതുപോലെ ഒരു മകനായി മകളായി വളർന്നു വന്നവനാണ്. അതുകൊണ്ട് എന്റെ മക്കളുടെ ആഗ്രഹങ്ങളെയും എന്റെ മക്കളുടെ ഇഷ്ടങ്ങളെയും എന്റെ മക്കളുടെ വാശിയെയും കുറുമ്പിനെയും ദേഷ്യത്തെയും നമ്മളുടെ കുട്ടിക്കാലത്തുണ്ടായ അതേ സാധനങ്ങളാണെന്ന് നമുക്ക് ആദ്യം മനസ്സിലാക്കാൻ പറ്റണം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മുടെ മക്കളെ കുറിച്ചുള്ള പരാതികൾ കുറഞ്ഞു കിട്ടും. നമ്മള് 40 വയസ്സ് 25 വയസ്സ് മുതൽ അതല്ലെങ്കിൽ ഒരു ഉമ്മയാകുന്ന പ്രായം തൊട്ട് നമ്മളെ കുട്ടികളെ വിലയിരുത്തുകയാണ്. ഞാൻ എന്റെ മക്കളെ വിലയിരുത്തുന്നത് എന്റെ പ്രായത്തിൽ നിന്നുകൊണ്ടല്ല. ഇതില് ഒരു 40 വയസ്സുള്ള ഉമ്മ 20 വയസ്സുള്ളതോ അതല്ലെങ്കിൽ 10, 5, 2, 1 ഒക്കെ വയസ്സുള്ള കുട്ടികളെ വിലയിരുത്തേണ്ടത് 40 വയസ്സുള്ള ഉമ്മയുടെ ചിന്ത കൊണ്ടല്ല, 20 വയസ്സുള്ള കുട്ടിയുടെ ചിന്ത അറിഞ്ഞുകൊണ്ട് ആ കുട്ടിയുടെ ബുദ്ധിക്കനുസരിച്ച് നമുക്ക് ചിന്തിക്കാൻ പറ്റണം. നമ്മളെപ്പോഴും പാരന്റ്സും കുട്ടികളും തമ്മിലുള്ള ഒരു കോൺഫ്ലിക്റ്റ് എവിടെ ഉണ്ടാവുന്നത്? നമ്മൾ ചിന്തിക്കുന്നത് എവിടെ? 40 വയസ്സുള്ള ഉമ്മാന്റെ ചിന്ത പ്രകാരം നമ്മൾ ചിന്തിച്ച് നമ്മളൊരു കാര്യം അങ്ങോട്ട് പറയും. അത് 15 വയസ്സുള്ള നമ്മളെ മൂക്ക് എന്ത് ചെയ്യാൻ പറ്റൂല, അംഗീകരിക്കാൻ പറ്റൂല, ഉറപ്പാണ്. അത് 10 വയസ്സുള്ള നമ്മുടെ മോനെ സംബന്ധിച്ചിടത്തോളം ഉൾക്കൊള്ളാൻ പറ്റൂല. അത് ഓരോ പറയും അതിന് തന്തവൈബ് എന്ന് പറയും, അല്ലെങ്കിൽ ഈ ഉമ്മാക്ക് ലോകം തിരിയില്ല എന്ന് പറയും, ഉപ്പാക്ക് ലോകം തിരിയില്ല എന്ന് പറയും. അവിടെയാണ് നമ്മൾ എടുക്കുന്ന പാരന്റിങ് സ്ട്രാറ്റജി മാറണം എന്നുള്ളത്. നമ്മളെടുത്തിപ്പോഴും പാരന്റിങ് സ്ട്രാറ്റജി എന്താ ഉള്ളത്? നമ്മുടെ ഉമ്മയും നമ്മുടെ ഉപ്പയും നമ്മളെ എങ്ങനെയാണ് വളർത്തിയത് ആ രൂപത്തിലാണ് നമ്മൾ വളർത്താൻ നോക്കുന്നത്. കാലം മാറിയത്, കുട്ടികളുടെ ചിന്താഗതി മാറിയത് നമ്മൾ അറിയുന്നില്ല. നമ്മുടെയൊക്കെ കാലത്ത് നമ്മളെങ്ങനെ വളർന്നത്? ഇപ്പോ എന്താ പറയാ, ഞാൻ മതപരമായിട്ടുള്ള കാര്യങ്ങളൊന്നുമല്ല ഞാൻ പറയുന്നത്. ഇപ്പോ അന്നത്തെ കാലത്ത് ഉണ്ടായിരുന്ന ഏറ്റവും ട്രെൻഡിങ് ആയ ഒരു സാധനങ്ങളാണ് സിനിമ, നാടകങ്ങള്, അതല്ലെങ്കിൽ വായന. ഇതൊക്കെ ഒരു ഹോബി ആയിട്ട് കൊണ്ടുനടത്തിയിരുന്ന, അത് ശരിയാണോ തെറ്റാണോ എന്നുള്ളത് നമുക്ക് ചർച്ച വേറെ ചെയ്യാം. പക്ഷെ ആ കാലഘട്ടത്തിൽ അന്നത്തെ കുട്ടികൾക്കിടയിൽ, അതല്ലെങ്കിൽ അന്നത്തെ ഒരു 20 വയസ്സ് വരെയുള്ള കുട്ടികൾക്കിടയിൽ ഏറെ പ്രചാരണം നേടിയ ഒരു സാധനമാണല്ലോ സിനിമ കാണുക, സീരിയൽ കാണുക, വായിക്കുക, കളിക്കുക, ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ. അന്ന് എത്ര സമയമായിരുന്നു സിനിമ ഉണ്ടായിരുന്നത്? 2.5 മണിക്കൂർ ഉണ്ടാവും. നാടകങ്ങളാണെങ്കിൽ അരമണിക്കൂർ 1 മണിക്കൂറൊക്കെ ഉണ്ടാവും. വായനയാണെങ്കിൽ തുടരെ വായിക്കുന്ന ആളുകൾ ഉണ്ടാകും. ഇന്നത്തെ കാലത്തോ? ഇന്ന് നമ്മുടെ കുട്ടികള് 1 മിനിറ്റിൽ എത്ര റീൽസ് കാണുന്നുണ്ട്, 1 മിനിറ്റിൽ എത്ര ഷോർട്സ് കാണുന്നുണ്ട്. നമ്മള് 2.5 മണിക്കൂർ കാണുന്ന സിനിമ ഒരേ വിഷയമാണ് കാണുന്നത്. അതല്ലെങ്കിൽ ഒരു പുസ്തകം വായിക്കുമ്പോ ഒരേ വിഷയമാണ് അതിലൂടെ പഠിക്കുന്നത്.
വേറെ എന്തെങ്കിലും ഒരു ആക്ടിവിറ്റിയിൽ നമ്മൾ ഇടപെടുകയാണെങ്കിൽ ഒരേ സാധനമാണ് നമ്മൾ കാണുന്നത്. പക്ഷെ ഇപ്പത്തെ കുട്ടികൾ അതല്ല. അവര് കാണുന്ന ഫോണില് ഓരോ 10 സെക്കൻഡിലും പുതിയ പുതിയ വിവരങ്ങളാണ്. 1 മിനിറ്റിൽ താഴെയാണ് ഒരു റീൽസിന്റെയും ഷോർട്സിന്റെയും ഒക്കെ എന്ത് ലെങ്ത് എന്നുള്ളത്. പരമാവധി പോയാൽ 1.5 മിനിറ്റ്. അതന്നെ കുട്ടികള് 1.5-ലും 2-ലൊക്കെ ഇട്ടിട്ടാണ് കാണുക. 1 മിനിറ്റിന്റെ വീഡിയോ പോലും അല്ലെ. ഇപ്പൊ എല്ലാരും വീഡിയോ യൂട്യൂബിലൊക്കെ വീഡിയോ കാണുന്നത് ആരെങ്കിലും അതിന്റെ നോർമൽ സ്പീഡിൽ ഇട്ടിട്ട് കാണുമോ? ഇല്ല. 1.25, 1.5, 1.75, 2, ഇനി 3 വരുമോന്ന് ആരാ ചോദിക്കണത്? അപ്പൊ ഇങ്ങനെയുള്ള കുട്ടികള് ടെക്നോളജി മാറി, സാഹചര്യം മാറി, കുട്ടികളും മാറി. അപ്പൊ അവര് കുറഞ്ഞ സമയം കൊണ്ട് ഒരുപാട് ഇൻഫോർമേഷൻസ്, അത് ശരിയാവട്ടെ തെറ്റാവട്ടെ, റീൽസ് കാണുന്നത് 1 മിനിറ്റിൽ 3 റീൽസ് കാണുകയാണെങ്കിൽ 3 സബ്ജക്റ്റാണ് അവർ കാണുന്നത്. ഇങ്ങനെ കുട്ടികളുടെ മനസ്സ് മാറിയ, സാഹചര്യം മാറിയ കാലത്ത് നമ്മളിപ്പോഴും ജാമ്പോന്റെ കാലത്തുള്ള പാരന്റിങ് ആയിട്ട് വരികയാണ്. അപ്പൊ സ്വാഭാവികമായും കുട്ടികൾക്ക് എന്തുണ്ടാവും? നമ്മളെ ഉൾക്കൊള്ളുവാൻ പ്രയാസമുണ്ടാകും. ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ഞാനിപ്പോ എന്താ പൊതുവെ ഇവിടെ വലിയ പ്രശസ്തി ഉണ്ടാവുകയില്ല എങ്കിലും നമ്മുടെ കുട്ടികളിൽ എപ്പോഴാണ് അതല്ലെങ്കിൽ നമ്മുടെ മൊത്തത്തിൽ സമൂഹത്തിൽ എപ്പോഴാണ് കൂടുതലായിക്കൊണ്ട് ഒരു സൗന്ദര്യബോധം അത് കൂടിയത്? കമന്റ് ചെയ്യാം, ഞങ്ങൾക്ക് കമന്റ് ചെയ്യാം. സൗന്ദര്യബോധം കൂടിയ സമയം. ഞാനതും പോൾ ഇടണമെന്ന് വിചാരിച്ചായിരുന്നു, പോള് നടക്കാത്തത് കൊണ്ടാണ്. കമന്റ് ഇട്ടോളി. സൗന്ദര്യബോധം അധികമായി വന്നത് എപ്പോഴാണ്? ശ്രദ്ധിച്ചിട്ടുണ്ടോ? 15 വർഷം. ഓക്കെ, യെസ്, കറക്റ്റ്. ഒരു ഉത്തരം വന്നു. കൊറോണയ്ക്ക് ശേഷം റീൽസ് കാണാൻ തുടങ്ങിയപ്പോൾ 15 വയസ്സിൽ 3 ഇയേഴ്സ്. സോഷ്യൽ മീഡിയ സജീവമായി തുടങ്ങിയപ്പോൾ. ശരിയാണ്, കൊറോണയ്ക്ക് ശേഷമാണ് നമ്മുടെ കുട്ടികൾ സോഷ്യൽ മീഡിയയിൽ അധികമായിട്ട് വന്നത്. ഈ സോഷ്യൽ മീഡിയയുടെ ഇൻഫ്ലുവൻസ് എന്തായി? നമ്മുടെ കുട്ടികളിൽ ഉണ്ടായി. അവര് ലിപ്സ്റ്റിക് ഇടുന്നേ, ഐലൈനർ ഇടുന്നേ, കണ്ണെഴുതണേ, മുഖത്ത് കുട്ടിയിട്ടിട്ട് വരുന്നേ. ഇപ്പൊ ഒരിക്കൽ സ്കൂളില് എന്താ പറയാ, ഒരു കുട്ടി ഇപ്പൊ എന്താണ്, ഞാൻ കഴിഞ്ഞ വർഷം പഠിപ്പിച്ചിരുന്ന സ്കൂളിൽ നിന്ന് ആ കുട്ടികളെല്ലാവരും കൂടിയിട്ട് എന്നെ കൂടി ആഡ് ചെയ്തിട്ട് എന്തായി, ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കി. അപ്പൊ ആ ഗ്രൂപ്പ് ഉണ്ടാക്കി ഞങ്ങളിങ്ങനെ സ്കൂളുമായി ബന്ധപ്പെട്ട്, പഠനവുമായി ബന്ധപ്പെട്ട്, അതേപോലെ തന്നെ ഒന്ന് രസകരമായിട്ട് ഒന്ന് ഫ്രീ ആയിട്ട് ഇങ്ങനെ ഇടപെടുന്ന ഒരു ഗ്രൂപ്പാണ്. അത്ര ഒഫീഷ്യൽ ആയിട്ടുള്ള ഗ്രൂപ്പ് ഒന്നുമില്ല. അപ്പൊ ആ ഗ്രൂപ്പില് ഒരു ദിവസം ഞാൻ ഒരു കാര്യം പറഞ്ഞ സമയത്ത് സ്കൂളുമായി ബന്ധപ്പെട്ട്, പഠനവുമായി ബന്ധപ്പെട്ട് പഴയ ചില ഓർമ്മകൾ ഇങ്ങനെ പങ്കുവെച്ചപ്പോ ഒരു കുട്ടി പറഞ്ഞ ഒരു കാര്യമുണ്ട്. സാറ് ഭയങ്കര ഇഷ്ടമാണ്, ഞങ്ങൾക്ക് എല്ലാവർക്കും സാറ് ഭയങ്കര ഇഷ്ടമാണ്, സാറെ ക്ലാസ് ഒക്കെ അടിപൊളിയാണ്, എല്ലാമാണ്. പക്ഷെ ഒരൊറ്റ കാര്യം ഞങ്ങൾക്ക് സാറോട് എന്തുള്ളൂ, ദേഷ്യമുള്ളൂ. അപ്പൊ ഞാൻ ചോദിച്ചു, നിങ്ങൾക്ക് എന്താണ് ദേഷ്യം? ഞങ്ങള് സംഗതി ഞാൻ അവരെന്ത് ചെയ്യും, പഠനത്തിന്റെ പേരിൽ, പഠിക്കാത്തതിന്റെ പേരിലുള്ള പണിഷ്മെന്റ് കാര്യങ്ങളൊക്കെ കൊടുക്കാറുണ്ട്, റീഇൻഫോഴ്സ്മെന്റുകളൊക്കെ ഞാൻ അവർക്ക് കൊടുക്കാറുണ്ട്. പക്ഷെ അത് ഞാൻ അതായിരിക്കുന്ന പ്രതീക്ഷിച്ചത്. പക്ഷെ അവരതൊന്നല്ല പറഞ്ഞത്. അവർ പറഞ്ഞത് എന്താ വെച്ചാല്, ഞങ്ങള് ഐലൈനർ ഇട്ട് വരുമ്പോ, അതല്ലാന്നുണ്ടെങ്കിൽ ഞങ്ങൾ മുഖത്ത് എന്തെങ്കിലും ലിപ്സ്റ്റിക് ഇട്ടിട്ടോ, അതല്ലെങ്കിൽ മുഖത്ത് മറ്റേ ക്രീമുകളും കാര്യങ്ങളും തേച്ച് വരുമ്പോ അതിന് സാറ് ഞങ്ങളെ എതിർക്കുന്നുണ്ട്. ആ കാര്യത്തിൽ മാത്രം ഞങ്ങള് സാറ് വെറുക്കണുള്ളൂ. ബാക്കി എല്ലാ കാര്യത്തിലും സാർ ഓക്കെയാണ്. ഇത് പറയുന്നത് 6ാം ക്ലാസ് പഠിക്കുന്ന കുട്ടികളാണ്. 6ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾ അവർ പറയുന്ന കാര്യമാണ്. ഒരു സ്കൂളിൽ എന്ത് ചെയ്തു, ഒരു റാൻഡംലി നടക്കുന്ന ഒരു കാര്യത്തിലേക്ക് എന്ത് ചെയ്തു, ഒരു ക്ലാസ്സിലെ കുറച്ച് കുട്ടികളുടെ ബാഗ് ഒന്ന് ചെക്ക് ചെയ്യേണ്ടി വന്നു. ആ ചെക്ക് ചെയ്യേണ്ടി വന്നപ്പോ അവരുടെ അടുത്ത് ഉള്ള എന്താ പറയാ, ഈ ലിപ്സ്റ്റിക്ക്, അതേപോലെ തന്നെ അങ്ങനെ തുടങ്ങി സകല സാധനങ്ങളും ഓരോ കയ്യിലുണ്ട്. അപ്പൊ കുട്ടികൾ വീട്ടിൽ നിന്ന് അണിഞ്ഞൊരുങ്ങി വന്നാൽ അത് പോരാ, അവർക്ക് ഇടയ്ക്കിടയ്ക്ക് എന്ത് ചെയ്യണം, വീണ്ടും അത് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. നമ്മൾ ഈ ആപ്പൊക്കെ അപ്ഡേറ്റ് ചെയ്യുന്ന മാതിരി ഇടയ്ക്കിടയ്ക്ക് എന്ത് ചെയ്യണം, അവർക്ക് തന്നെ ചുണ്ടുമ തേക്കണം, കണ്ണുമ തേക്കണം. അങ്ങനത്തെ ഒരു മെന്റാലിറ്റിയിലേക്ക് നമ്മുടെ തലമുറ മാറുന്നു. അതെന്തുകൊണ്ടാണ് മാറുന്നത്? നമ്മുടെ സാഹചര്യം കൊണ്ടാണ്. അത് ആ സാഹചര്യം എവിടുന്നാണ് ഞാൻ പറയുന്നത്, അവർ കാണുന്ന റീൽസ്, അവർ കാണുന്ന ഷോർട്സ്,
ഇതിൽ നിന്നാണ് അവർ വരുന്നത്. ഇപ്പൊ ഈ അടുത്ത് ഞാൻ ഒരു LP സ്കൂളിൽ പഠിപ്പിക്കുന്ന കുറച്ച് മുമ്പ് എന്റെ ഒരു വീഡിയോ അതുമായി ബന്ധപ്പെട്ട് വന്നിരുന്നു. അഥവാ ഞാനങ്ങനെ ഒരു ദിവസം ഇങ്ങനെ പള്ളിയിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങുന്ന സമയത്ത് LP സ്കൂളിൽ പഠിക്കുന്ന 2 കുട്ടികള് അവര് കൊമ്പങ്കാട് കോയ എന്ന് പറയുന്ന ഇന്ന് മലപ്പുറം ബേസ് ചെയ്തുകൊണ്ട് ഉള്ള ഇൻസ്റ്റാഗ്രാമിലുള്ള ഒരു ഫെയിമാണ്, ഒരു ഇൻഫ്ലുവൻസർ ആണ്. അവരുടെ കണ്ടന്റ് ഒന്നും അത്ര നല്ല കണ്ടന്റ് ഒന്നും അല്ല, കുട്ടികൾക്ക് സ്വീകരിക്കാൻ പറ്റിയ കണ്ടന്റ് ഒന്നും അല്ല. വെറും ഒരു എന്റർടൈൻമെന്റ്, വെറും കളികൾ മാത്രമുള്ള, അതിൽ സമയം പോക്കലുകൾ മാത്രമുള്ള ഒരു സാധനമാണ്. അപ്പൊ ഈ സാധനം നമ്മുടെ കുട്ടികൾക്കിടയിൽ ഭയങ്കര ട്രെൻഡിങ് ആണ്. അവര് അനങ്ങിയ പറയാ ഇതെന്താ കുമ്പങ്കാട് കോയ എന്നുള്ള, അതല്ലെങ്കിൽ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അധ്യാപകന്മാര് ചീത്ത പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുമ്പങ്കാട് കോയാവുണ്ട് എന്നുള്ള നിലക്ക് 1 മുതൽ 4 വരെ പഠിക്കുന്ന LP സ്കൂളിലെ കുട്ടികൾ ആ നിലക്ക് സംസാരിക്കുന്നു എന്ന് ആ അവിടുത്തെ അധ്യാപകർ നമ്മളോട് എന്ത് ചെയ്യാണ്, പറയാണ്. നമ്മള് പഠിച്ചിരുന്ന കാലത്ത് 1ാം ക്ലാസ് നമ്മളൊന്ന് എടുത്തു നോക്കി, നമുക്ക് അന്ന് എന്താണ് ഇങ്ങനെ ഒരു സോഷ്യൽ ആയിക്കൊണ്ട് നമുക്ക് അറിയലുള്ളത്. പക്ഷെ ഇന്നത്തെ തലമുറക്ക് അതറിയാം, അത് അവരുടെ ജീവിതത്തിൽ പയറ്റുന്നുണ്ട്, അത് അവരുടെ സംസാരത്തിൽ പ്രകടമാക്കുന്നുമുണ്ട്. അവിടെയാണ് നമ്മൾ നമ്മുടെ കുട്ടികളെ തിരിച്ചറിയേണ്ടത്. അവർ മാറിക്കൊണ്ടിരിക്കുകയാണ്. മാറുന്നത് കുട്ടികളല്ല, സാഹചര്യങ്ങളാണ്. അപ്പൊ അവിടെ സാഹചര്യങ്ങളെ ബ്രേക്ക് ചെയ്യേണ്ടടുത്ത് ബ്രേക്ക് ചെയ്യുവാനും, അതേപോലെ തന്നെ നല്ല നിലക്ക് തിരിച്ചുവിടേണ്ടടുത്ത് തിരിച്ചുവിടാനും നമുക്ക് സാധിക്കണം. അല്ല എങ്കിൽ, അതിന് പറ്റിയില്ല എങ്കിൽ നമ്മൾ കുറച്ചുകൂടി കഴിഞ്ഞാൽ എന്ത് ചെയ്യും, നമ്മൾ വിഷമിക്കും, നമുക്ക് പ്രയാസങ്ങൾ ഉണ്ടാക്കും. അതുകൊണ്ട് പാരന്റിങ്ങിന്റെ സ്റ്റൈലിൽ നമുക്ക് ചില മാറ്റങ്ങൾ വരുത്താൻ സാധിക്കണം. അപ്പൊ കുട്ടികളോട് നമ്മളൊരു കാര്യം പറയുമ്പോൾ അവരോട് ഫോൺ എടുക്കണ്ട, നമുക്ക് പറയാൻ പറ്റൂല. ഇപ്പൊ ഒരുപാട് ക്ലാസ്സുകള് കാര്യങ്ങളൊക്കെ അവർക്ക് എന്തിലുണ്ട്, ഫോണിലുണ്ട്. പണ്ടൊക്കെ നമ്മളൊക്കെ കാലത്ത് സ്കൂൾ പഠിച്ചിരുന്ന കാലത്ത് പറഞ്ഞാല് അധ്യാപകർ വന്ന് ക്ലാസ് എടുത്തിട്ട് നമുക്ക് ശ്രദ്ധിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് അത് പ്രശ്നമാണ്. നമ്മളൊരു ദിവസം സ്കൂളിൽ ലീവായിട്ടുണ്ടെങ്കിൽ പിറ്റത്തെ ദിവസം അധ്യാപകനെ പോയി കാണണം. അധ്യാപകനെ പോയി കണ്ടിട്ട് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ആ ക്ലാസ്സിൽ ഏറ്റവും നന്നായി പഠിക്കുന്ന കുട്ടീനെ തേടി പിടിച്ച് നമ്മൾ പോകും. ഇതെന്താ പറഞ്ഞത്, പഠിക്കണമെന്ന് താല്പര്യമുള്ളവർ കേട്ടോ, എല്ലാരും ഒന്നുമില്ല, എല്ലാരും അങ്ങനെയൊന്നും ഞാൻ പറയണില്ല. അപ്പൊ പഠിക്കണമെന്ന് താല്പര്യമുള്ളവര് അതെന്ത് ചെയ്യണം, ഒരു ക്ലാസ് എടുത്തു കഴിഞ്ഞാൽ അത് തീർന്നു, നമുക്കത് നഷ്ടമായി. പക്ഷെ ഇന്നിപ്പോ അങ്ങനല്ല. ഇപ്പൊ സ്കൂളിൽ പോയി കഴിഞ്ഞാല് കുട്ടികളിന് ആവശ്യമാണ്. അവർക്ക് ഹോംവർക്ക് ചെയ്തെടുത്തപ്പോ അത് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞെടുത്തു, കുട്ടികൾക്ക് പറഞ്ഞെടുത്തപ്പോ ബോയ്സില് കുറച്ച് കുട്ടികൾ ഇതെല്ലാം ശ്രദ്ധിച്ചില്ല. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, അത് അവോയ്ഡ് ചെയ്തു. അവര് ശ്രദ്ധിക്കാതെ എന്തായാലും നാളെ ചെയ്യാതെ വരുമല്ലോ എന്നുള്ള നിലക്ക്. എന്നിട്ട് ഞാൻ ഇത് കഴിഞ്ഞിട്ട് ശേഷം അല്ല നിങ്ങൾക്ക് എന്താ ചെയ്യേണ്ടത് മനസ്സിലായോ എന്ന് ഞാൻ കുട്ടികളോട് ചോദിച്ചു. അവരേ അത് കുഴപ്പമില്ല, ടെക്സ്റ്റ് ബുക്കിലുള്ള സാധനം തന്നെയല്ലേ, ഞങ്ങൾ യൂട്യൂബ് ഒക്കെ കിട്ടിക്കോളും. കുട്ടികൾ ചിന്തിക്കുന്നത് ഞങ്ങൾക്ക് ഇന്ന് ക്ലാസ് ശ്രദ്ധിച്ചിട്ടില്ല എങ്കിലും ഞങ്ങൾക്ക് ഇപ്പൊ ശ്രദ്ധിച്ചിട്ടില്ല, ഞങ്ങൾക്കുള്ള സാധനങ്ങൾ എവിടെ കിട്ടും, യൂട്യൂബിൽ കിട്ടും, ഗൂഗിൾ ചെയ്താൽ കിട്ടും. അപ്പൊ അതുകൊണ്ട് ഞങ്ങൾക്ക് ഇപ്പൊ സ്കൂൾ വേണമെന്നൊന്നുമില്ല. അപ്പൊ കുട്ടികള് പരമാവധി എക്സ്പ്ലോറിങ് ടൈപ്പിലേക്ക് മാറാണ്. സ്കൂളിൽ എത്തിയാല് എന്തിനാ സ്കൂൾക്ക് വരുന്നത്, എക്സ്പ്ലോർ ചെയ്യാന്. അപ്പൊ പഠിക്കാനോ അത് ഏതെങ്കിലും ആപ്പിൽ ജോയിൻ ചെയ്താൽ മതി, അല്ലെങ്കിൽ യൂട്യൂബിൽ കയറിയാൽ മതി, ക്ലാസ്സുകൾ കിട്ടും, അത് കേട്ടാൽ മതി. ഇപ്പൊ ഞാൻ അറബിക് ലാംഗ്വേജ് ആയിരുന്നു നിർത്തിയിരുന്നത്. അപ്പൊ ഞാൻ അറബിയിൽ മാത്രമേ അവർക്ക് ക്ലാസ് കൊടുക്കലുള്ളൂ. അപ്പൊ അവരറിയും സാറ് അറബി എടുക്കുന്നത് മനസ്സിലാവുകയൊക്കെ ചെയ്യും, എന്നാലും ഞങ്ങൾ എന്ത് ചെയ്യും, ഒന്നും കൂടി പോയിട്ട് മലയാളത്തിലുള്ള ക്ലാസ് ഞങ്ങൾ അവിടുന്ന് കേൾക്കും. ഹോംവർക്ക് എഴുതാൻ കൊടുത്തു കഴിഞ്ഞാല് എല്ലാവരും ഒരേപോലെ ഉണ്ടാവും, ആരും കോപ്പി അടിച്ചിട്ടുണ്ടാവില്ല. എന്തേ, യൂട്യൂബില് ചെയ്ത് വെച്ചിട്ടുണ്ട്, അത് ഞങ്ങൾ പകർത്തി കൊണ്ടുവരും. കാലഘട്ടം മാറി, അതിനെ നമ്മൾ തിരിച്ചറിയണം എന്നാണ് ഞാൻ എന്ത് ചെയ്യുന്നത് ഓരോ പാരന്റ്സിനോട് എനിക്ക് പറയാനുള്ളത്. അപ്പൊ വളർത്തുന്ന രീതിയിൽ ചില മാറ്റങ്ങൾ നമ്മൾ എന്ത് ചെയ്യാം, ശ്രദ്ധിക്കുക എന്നുള്ളത്. എന്ന് വെച്ച് അങ്ങനെ അവർ ബുദ്ധിമുട്ടിക്കുന്ന രൂപത്തിലുള്ള നിയന്ത്രണങ്ങൾ കൊണ്ടുവരരുത്. നമ്മുടെ കുട്ടികളാണ്, അവര് ഫ്രീഡം ആഗ്രഹിക്കുന്നുണ്ട്, എന്നുവെച്ചാൽ ഫ്രീഡം അങ്ങനെ ഫ്രീഡം ആയിട്ട് കൊടുക്കുമ്പോഴരുത്. എന്നാൽ അങ്ങനെ ബുദ്ധിമുട്ടിക്കുന്ന സാഹചര്യം ഉണ്ടാവരുത്. അവരെ മനസ്സിലാക്കി അവരുടെ ആഗ്രഹങ്ങൾ എന്താണെന്ന് തിരിച്ചറിഞ്ഞ് ആ ആഗ്രഹങ്ങൾ നമുക്ക് പറ്റുമോ ഇല്ലയോ, എവിടെയാണ് നമുക്ക് യോജിക്കാൻ പറ്റാത്തത്, കുട്ടികളുടെ ആഗ്രഹത്തോട് നമുക്ക് യോജിക്കാൻ പറ്റാത്തത് എവിടെയാണ്, അത് തിരുത്തി കൊടുത്ത് അവരുടെ കൂടി ഒരു ഡിസിഷൻ എടുത്തുകൊണ്ടായിരിക്കണം നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഇപ്പോഴത്തെ കുട്ടികളെ വളർത്താൻ ശ്രദ്ധിക്കേണ്ടത്. കാരണം എന്താ വെച്ചാല് അവർ ഈ യൂട്യൂബിൽ നിന്നും റീൽസിൽ നിന്നും ഷോർട്സ് നിന്നും ഒക്കെ കാണുന്ന കാര്യങ്ങൾ അവരുടെ ജീവിതത്തിലെ അപ്പാടെ
പകർത്തുന്ന ആളുകളാണ്. പ്രത്യേകിച്ച് ഇപ്പോഴത്തെ കാലത്തൊക്കെ പറഞ്ഞാല് എന്താണ് ഫാമിലി ലൈഫ്, അതേപോലെ തന്നെ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള ലൈഫ്, ഉപ്പ ഉമ്മ ഉള്ള ലൈഫ്, എന്താ പറയാ മോന് ടീച്ചർ ലൈഫ്, ഇതൊക്കെ റീൽസും ഷോർട്സും ആയിട്ട് വരുന്ന കാലാണ് അല്ലെ. ഈ അടുത്ത് ഒരു റീൽസ് കണ്ടു, വിഷയവുമായി ബന്ധപ്പെട്ട് നേർക്കുനേരെ ബന്ധമില്ലെങ്കിൽ ഞാൻ ഇവിടെ സൂചിപ്പിച്ച നിങ്ങൾക്ക് ഈ പറഞ്ഞ കാര്യം മനസ്സിലാവും. അപ്പൊ ഈ അടുത്ത് ഒരു റീൽസിൽ വന്നത് എന്താന്ന് വെച്ചാല് ഒരു കമന്റ്, ഒരു ഭാര്യയും ഭർത്താവുമായി ജീവിക്കുന്നവർ അവരെന്ത് ചെയ്യാണ്, അവരിങ്ങനെ അവരുടെ ലൈഫ് റീൽസ് ആക്കി ഷോർട്സ് ആക്കി വിടുന്ന ഒരു സാധനം. അപ്പൊ അതിന്റെ അടിയിൽ വന്നൊരു കമന്റ് എനിക്ക് ഒരാൾ അയച്ചു തന്നു. അവർ പറഞ്ഞെന്ന് വെച്ചാല് ഇവരുടെയൊക്കെ ലൈഫ് എന്ത് സന്തോഷമാണ്. കാരണം റീൽസിൽ കാണുന്നത് അല്ലെങ്കിൽ ഷോർട്സിൽ കാണുന്നത് ഫുള്ള് എന്താണ്, ഇവരുടെ എൻജോയ്മെന്റ് ആണ്. പക്ഷെ അവരുടെ ലൈഫാണ് ഇവിടെ പറ്റ പരാജയപ്പെട്ട് നിൽക്കുകയാണ് കാരണം അവർ തമ്മിൽ ഭയങ്കര അടിയാണ് കാരണം. പക്ഷെ അതൊന്നും എന്ത് ചെയ്യൂല നമ്മളെ കുട്ടികൾക്ക്, അതല്ലെങ്കിൽ ഇത് കാണുന്നവർക്ക് മനസ്സിലാവൂല. അതേപോലെ തന്നെയാണ് നമ്മുടെ കുട്ടികൾ ഇങ്ങനെ ഓരോന്ന് കാണുമ്പോൾ, ഒരു അധ്യാപകനും ഒരു കുട്ടിയും തമ്മിലുള്ള റീൽസ് കാണുമ്പോൾ, അതല്ലെങ്കിൽ ഒരു ഉപ്പയും ഉമ്മയും തമ്മിലുള്ള, ഒരു മോനും ഉമ്മയും തമ്മിലുള്ള റീൽസ് ഇങ്ങനെ രസകരമായിട്ട് ഇങ്ങനെ ഷോർട്സ് കാണുമ്പോൾ ഇന്റെ ഉമ്മ ഇങ്ങനെ ഒന്നല്ലല്ലോ, എന്ത് ഉമ്മയാണ് എന്റെ ഉമ്മ, ഇങ്ങനൊക്കെ ഒരു ഉമ്മ എനിക്ക് കിട്ടിയിരുന്നെങ്കിൽ, ഇങ്ങനൊക്കെ ഒരു ഉപ്പാനെ എനിക്ക് കിട്ടിയിരുന്നെങ്കിൽ എന്ന് നമ്മുടെ കുട്ടികൾ ചിന്തിക്കും ഇല്ലേ. അതുകൊണ്ട് നമ്മുടെ കുട്ടികൾക്ക് അത് ഉണ്ടാക്കുന്ന ഭവിഷ്യത്ത് എന്താന്ന് വെച്ചാല്, എന്റെ ഉമ്മാക്ക് എന്നോട് സ്നേഹമില്ല, എന്റെ ഉമ്മാക്ക് എന്നോട് ഇഷ്ടല്ല, എന്റെ ഉപ്പ എന്നോട് ഒന്ന് മാന്യമായിട്ട് സംസാരിക്കൂല. കാരണം എന്താ, ഞാൻ എന്ത് ചോദിച്ചാലും പറ്റൂല എതിർക്കുക ഇതാക്കുക. അപ്പൊ അങ്ങനത്തെ ഒരു ശൈലികൾ ഒരിക്കലും തന്നെ നമ്മളെടുത്തുനിന്ന് ഉണ്ടാവാൻ പാടില്ല. സോഷ്യൽ മീഡിയന്റെ ഒരു ഡീമെറിറ്റ് ആയിക്കൊണ്ട് നമ്മുടെ മക്കളിൽ അറിയാതെ വന്നു പോകുന്ന ഒരു സാധനമാണത്. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ജനറേഷനെ തന്നെ ശരിക്കും പറയുന്നത് എന്താന്ന് വെച്ചാല് എന്താ പറയുക, അൺഹിൻഡഡ് സോഷ്യൽ എക്സ്പെരിമെന്റ് എന്നാണ് പറയാ. കാരണം ഇവര് എന്താ ചെയ്യണ്, നേരെ സ്ക്രീനിലേക്കാണ് ജനിച്ചു വീണത്. ഇപ്പൊ കുറച്ചു മുമ്പ് ഞാന് എന്താ പറയാ ഒരു 8-10 ആളുകളെ, വലിയ പഠനമൊന്നും നടത്തിയതല്ല, ഞാൻ എന്റെ സ്വമേധയാ എനിക്ക് അറിയാവുന്ന ചില പാരന്റ്സിനെ ബന്ധപ്പെട്ടുകൊണ്ട് നടത്തിയൊരു ചെറിയൊരു ശ്രമം, പഠനം ഒരു വലിയ പഠനം എന്നൊന്നും പറയാൻ പറ്റില്ല, അവരുടെ അനുഭവം ഞാൻ ചോദിച്ചു. എന്താ ചോദിച്ചെന്ന് വെച്ചാല്, അവർക്ക് പുതുതായിട്ട് കുട്ടി ജനിച്ച ആളാണ്. ഒരു 2 ആഴ്ച 3 ആഴ്ച പ്രായമുള്ള കുട്ടികളാണ് അവർക്ക്. ഞാൻ അവരോട് ചോദിച്ചു, നിങ്ങളെ മോനെ അല്ലെങ്കിൽ മോള് 3 ആഴ്ച പ്രായമുള്ള കുട്ടികളാണ് കേട്ടോ അവർക്കുള്ളത്. അവര് നിങ്ങളുടെ മുഖമാണോ, ഉപ്പ ഉമ്മ എന്നുള്ള നിലക്ക് നിങ്ങളുടെ മുഖമായിരിക്കോ കൂടുതൽ കണ്ടിട്ടുണ്ടാവുക, കേട്ടിട്ടുണ്ടാവുക, അതല്ല ഉമ്മയുടെയും ഉപ്പയുടെയും ഫോണിലെ സ്ക്രീനും അതിലെ ശബ്ദവുമായിരിക്കോ കൂടുതൽ കണ്ടിട്ടുണ്ടാവുക എന്ന് ഞാൻ അവരോട് ചോദിച്ചു. വെറുതെ ഒരു ടോക്ക്. അവരിങ്ങനെ കുറെ നേരം ഇങ്ങനെ ആലോചിച്ച് ഒറ്റടിക്ക് ഒരു ഉത്തരം പറഞ്ഞില്ല. ഏറെക്കുറെ ആളുകള്, ഒരു 5-6 ആളുകളൊക്കെ നന്നായിട്ട് ആലോചിച്ചിട്ട് തന്നെ ഒരു ഉത്തരം പറഞ്ഞിരുന്നത്. അവരിങ്ങനെ ആലോചിച്ചിട്ട് ഉത്തരം പറഞ്ഞെന്താ വെച്ചാല്, എന്റെയും ഭാര്യന്റെയും ഒക്കെ ഫോൺ തന്നെ ആയിരിക്കും ഓരോന്നും ഏറ്റവും കണ്ടിട്ടുണ്ടാവുക, കേട്ടിട്ടും ഉണ്ടാവുക. കാരണം എന്താ, കുട്ടിക്ക് ഫീഡിങ് നടത്തുന്ന സമയത്ത് ഉമ്മ ഫോൺ ഉപയോഗിക്കാണ്, കുട്ടി കിടക്കുന്ന സമയത്ത് ഉമ്മ ഫോൺ ഉപയോഗിക്കാണ്. അങ്ങനെ ഒരു സിറ്റുവേഷനിലേക്ക്, അഥവാ ശരിക്കും പറഞ്ഞാൽ ഇപ്പോഴത്തെ ജനറേഷന്റെ ആ സ്വഭാവം നമ്മളെ പഴയ ജനറേഷനും വന്നിട്ടുണ്ട്. ഇപ്പൊ എന്നോട് ഇത് ചോദിക്കുന്ന സമയത്തുള്ള ഒരു പാരന്റ് എന്നോട് ചോദിച്ചൊരു സാധനമുണ്ട്. എനിക്ക് മോളാണ്, ഞാനും, അതാ ഈ പാരന്റ് പറയാണ്, ഞാനും എന്റെ വൈഫും റീൽസിലും ഷോർട്സിലുമാണ്. ഈ കുട്ടി വളർന്നു കഴിഞ്ഞാല് എന്തിലായിരിക്കും ഓരുണ്ടാവുക? അത് ചോദ്യമാണ്. നമ്മുടെ മക്കളുടെ ഭാവിയെ കുറിച്ച് നമ്മൾ ചിന്തിച്ചിട്ടുണ്ട്. നമ്മളിപ്പോ മക്കളെ കുറിച്ചിട്ട് ചിന്തിക്കുന്നുണ്ട്. എന്ത് മക്കള് എന്താവാത്തത്, എന്താ അങ്ങനെ ആവണത്, ഇതാവണത്, മറ്റത് മറിച്ചത്, ഇങ്ങനെ പല ചിന്തകളും നമുക്കുണ്ടല്ലോ. ഈ ഒരു സമയത്തെ കുറിച്ച് മാത്രം ചിന്തിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ക്വസ്റ്റ്യൻ മാർക്ക് ഇടുന്നത് മക്കളെ കുറിച്ചിട്ട്. ഒന്ന് ആലോചിച്ച് നോക്കി. ഇപ്പോ ഈ കൊല്ലം 5-ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി, അവന് പഠിച്ചിറങ്ങി കഴിയാ എത്ര കൊല്ലം കഴിഞ്ഞിട്ടാ? അവനൊരു ജോലിയിലേക്ക് പോകുമ്പോൾ, അവനൊരു വിവാഹ ജീവിതത്തിലേക്ക് പോകുമ്പോൾ, അവനൊരു കുടുംബ ജീവിതത്തിലേക്ക് പോകുമ്പോൾ അന്നത്തെ സാഹചര്യം എന്തായിരിക്കും? അന്ന് ചിലപ്പോ ഈ എന്താ പറയാ, അന്ന് ഇന്റർനെറ്റ് എന്ന് പറഞ്ഞ സാധനം ചിലപ്പോൾ ഉണ്ടാവില്ല. അന്ന് വേറെ എന്തെങ്കിലും സാധനങ്ങളാണ് ഈ കാര്യം. നമ്മള് ഇന്നിപ്പോ ടച്ച് ഫോൺ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് അല്ലെ. അന്ന് ചിലപ്പോ ഫോണൊന്നും ഉണ്ടാവില്ല. അന്ന് എയറിൽ ഇങ്ങനെ എന്തായിരിക്കും, നമ്മൾ ഇങ്ങനെ കുത്തി കഴിഞ്ഞാല് ഇങ്ങനെ വിളിക്കാൻ പറ്റും.
ഫോൺ എന്ന് പറഞ്ഞാൽ ഇങ്ങനത്തെ ഒരു ഡിവൈസ് ഒന്നും അന്ന് വേണ്ടി വരൂല. നമ്മൾ ഫോണിൽ ഇപ്പൊ എന്ത് ചെയ്യാണ്, ഇങ്ങനെ നമ്പർ എടുത്ത് അടിച്ച് കോൾ ചെയ്യാണ്. അന്ന് എന്ത് വേണ്ടി വരില്ല. ചിലപ്പോ അന്ന് നമുക്ക് ഇവിടെ ഇങ്ങനെ വരച്ച് കഴിഞ്ഞ് അപ്പൊ ഇവിടെ ഇങ്ങനെ സ്ക്രീനിൽ വരും, സ്ക്രീന് പോലെ ഇങ്ങനെ വരും. ടെക്നോളജി മാറാം. അപ്പൊ ആ കാലഘട്ടത്തിലേക്ക് വരുമ്പോ എന്റെ മോന് ഒരു 20 വയസ്സാകുമ്പോൾ, 25 വയസ്സാകുമ്പോൾ, മകൾ 30 വയസ്സാകുമ്പോൾ അന്ന് ലോകം എന്തായിരിക്കും? നമ്മൾ ഇന്നത്തെ കാര്യം മാത്രം ആലോചിച്ച് സങ്കടപ്പെട്ടിട്ട് കാര്യമില്ല. ആ കാലത്തെ കുറിച്ചിട്ടും നമ്മൾ എന്ത് ചെയ്യണം? സങ്കടപ്പെടണം. ഇങ്ങനെ സങ്കടപ്പെട്ടു കഴിഞ്ഞാൽ എന്താണ് പരിഹാരം? കുറെ പ്രശ്നങ്ങളുണ്ടല്ലോ, പ്രശ്നങ്ങളുണ്ട്, ശരിയാണ്. അവിടെ എന്താണ് പരിഹാരം? അതിനുള്ള പരിഹാരമാണ് ഏറ്റവും വലിയ പരിഹാരം എന്നുള്ളത് നമ്മുടെ മക്കൾക്ക് പടച്ചോനെ കുറിച്ചുള്ള ബോധം കൊടുക്കുക എന്നുള്ളത്. അള്ളാഹ് ആരാണെന്ന് പഠിപ്പിച്ചു കൊടുക്കുക എന്നുള്ളത്. വഹുവ മഅക്കും അയ്നമാ കുൻതും, എവിടായിരുന്നാലും എന്റെ കൂടെ വാപ്പുണ്ട്, എന്റെ കൂടെ ഉമ്മ ഉണ്ടെങ്കിലും ശരി, ഇല്ലെങ്കിലും ശരി, റബ്ബ് എന്റെ കൂടെ ഉണ്ട്. ഹോസ്റ്റലിലാവട്ടെ, വിദേശ രാജ്യങ്ങളിലാകട്ടെ, ആരാരുമില്ലാതെ തന്റെ റൂമിന്റെ ഉള്ളിൽ ഒറ്റയ്ക്ക് ഇരുന്ന് രാത്രിയുടെ അന്ത്യാമങ്ങളിലും വാതില് കുറ്റിയിട്ട് ഉമ്മയും ഉപ്പയും ഉറങ്ങി എന്ന് ഉറപ്പിച്ചു കഴിഞ്ഞാലും ശരി, അവിടെ എല്ലാം കണ്ടുകൊണ്ട് അള്ളാഹു ഉണ്ട് എന്ന ബോധ്യം നമ്മുടെ കുട്ടികൾക്ക് കൊടുക്കാൻ സാധിച്ചാൽ പിന്നെന്തരാണ് നമുക്ക് പേടിക്കാനുള്ളത്? ഇൻ തകു മിസ്ഖാല ഹബ്ബത്തിൻ മിൻ ഖർദലിൻ ഫതകുൻ ഫീ സഖറത്തിൻ ഔ ഫിസ് സമാവാതി ഔ ഫിൽ അർദി യഅതി ബിഹാ അല്ലാഹ്. ലുഖ്മാൻ അലൈഹിസ്സലാം തന്റെ മോനെ കൊടുത്ത ഉപദേശങ്ങളിൽപ്പെട്ട ഒരു ഉപദേശമായിരുന്നു അത്. മോനെ എന്റെ പൊന്നു മോനെ, നീ ചെയ്ത ഒരു കാര്യം അത് ആകാശങ്ങളിലോ ഭൂമിയിലോ അതേതെങ്കിലും പർവ്വതങ്ങളുടെ അടിത്തട്ടിലോ എവിടെ നീ ഒളിപ്പിച്ചു വെച്ചാലും ശരി, അതൊക്കെ റബ്ബ് ഒരു പിടിച്ചു കൊണ്ടുവരുന്ന, അത് പുറത്തെടുക്കുന്ന ഒരു ദിവസമുണ്ട് എന്ന ഒരു ബോധം നമ്മുടെ മോൻക്കും നമ്മുടെ മോൾക്കും നമുക്ക് കൊടുക്കാൻ സാധിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള മക്കള് എവിടെ പോയാലും വിജയിക്കും. നമുക്കൊരു പേടിയില്ല. അങ്ങനെയുള്ള മക്കളുടെ വിഷയത്തിൽ ഒരു പേടി വേണ്ട. അവർക്ക് ഫോണ് കൊടുക്കണോ, കൊടുക്കാം. അവർക്ക് ടാബ് കൊടുക്കണോ, ലാപ്പ് കൊടുക്കണോ, ഒരൊറ്റയ്ക്ക് ഇരുത്തണോ, കൂട്ടത്തിൽ ഇരുത്തണോ, ഏത് ക്യാമ്പസിലേക്ക് അവരെ ഇറക്കി വിട്ടാലും ഒരു കുഴപ്പം ഉണ്ടാവില്ല. ഇപ്പൊ ഇന്ന് രാവിലെ പോലും ഞാൻ വരുന്ന വഴിയിൽ, എന്റെ ഓഫീസിലേക്ക് വരുന്ന വഴിയിൽ ശ്രദ്ധിച്ച ഒരു കാര്യം, റോഡ് സൈഡിൽ നിന്നിട്ട് സ്കൂൾ കുട്ടികൾ, ഇപ്പൊ ഒരുപാട് സ്കൂളുകളുടെ ഒരു മധ്യത്തിലുള്ള ഒരു സ്ഥലത്താണ് എന്റെ ഓഫീസ് ഉള്ളത്. ആ ബസ് സ്റ്റോപ്പിൽ നിന്നുകൊണ്ട് എന്ത് ചെയ്യാണ്, ആൺകുട്ടികളും പെൺകുട്ടികളും പരസ്പരം എന്ത് ചെയ്യാ, തമാശയിലാണ്, പക്ഷെ അടി കൂടുന്ന ഒരു സാഹചര്യം. അടി കൂടുക എന്ന് പറഞ്ഞാല് ഫൈറ്റിംഗ് അല്ല, അവർ തമാശക്കുള്ള സംസാരത്തിലുണ്ടല്ലോ, അങ്ങോട്ടും ഇങ്ങോട്ടും അടിക്കലും ഒരു ഉന്തലും തള്ളലും ഒക്കെ. അങ്ങനെ നമ്മുടെ സ്കൂളിൽ പഠിക്കുന്ന ആ ഒരു പ്രായം എന്ന് പറഞ്ഞാൽ ഹൈസ്കൂളിലോ ഹയർ സെക്കൻഡറിയിലൊക്കെ പഠിക്കുന്ന കുട്ടികളുടെ പ്രായമുള്ള തോന്നിക്കുന്ന കുട്ടികളാണ്. ഇതാണ് നമ്മുടെ മക്കൾ. ഇപ്പൊ ക്യാമ്പസുകളിലേക്ക് നമുക്ക് പോകാൻ പറ്റാത്ത അവസ്ഥയാണ്. എന്താ പോയാല് ആൺകുട്ടി ഏതാണ് പെൺകുട്ടി ഏതാണെന്ന് തിരിച്ചറിയാൻ പറ്റാത്ത ക്യാമ്പസുകളാണ് ഇന്ന് ഉള്ളത്. ഒന്നിച്ചിരിക്കുക, വസ്ത്രധാരണം, ഇതൊക്കെ നമ്മൾ എടുത്തു നോക്കുമ്പോൾ നമുക്ക് ഒരുപാട് ആശങ്കകളുണ്ട്. പക്ഷെ ഈ ആശങ്കകൾക്കൊക്കെ എന്താണ് പരിഹാരം? നമ്മുടെ മക്കളെ അള്ളാഹുവിനെ കുറിച്ചുള്ള ബോധം അവർക്ക് ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ്. ആ ബോധം തന്നെ സംബന്ധിച്ചിടത്തോളം ഏത് ക്യാമ്പസിൽ പോയാലും ശരി, അവന് മര്യാദക്ക് ജീവിച്ചോളും. ആ തിന്മകളിൽ നിന്നൊക്കെ മാറി നിൽക്കും. അപ്പൊ അവിടെയാണ് ആ സാഹചര്യത്തിലേക്ക് നമ്മുടെ ബലൂൺ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഏത് പാത്രത്തിൽ വെച്ചുകൊണ്ടാണ് നമ്മൾ ആ ബലൂണിനെ വീർപ്പിക്കുന്നത്, ആ പാത്രത്തിന്റെ ഷേപ്പിലേക്ക് എന്ത് ചെയ്യും, ആ ബലൂൺ മാറും. അതുപോലെ നമ്മുടെ മക്കളെ നമ്മൾ എന്ത് ചെയ്യാൻ പറ്റണം, നമുക്ക് ഷേപ്പ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റണം. അപ്പോ മക്കൾ വളർന്നു വരികയല്ല വേണ്ടത്, മക്കളെ വളർത്തിക്കൊണ്ടുവരികയാണ് ചെയ്യേണ്ടത്. ആ പ്രയോഗം നിങ്ങൾ ശരിക്കും ശ്രദ്ധിക്കണം. മക്കൾ വളർന്നു വരികയല്ല വേണ്ടത്, വളർത്തിക്കൊണ്ടുവരികയാണ് വേണ്ടത്. അല്ലെ, നമ്മുടെ നാട്ടില് തെങ്ങുണ്ട്, അല്ലെ, തെങ്ങാവട്ടെ ഏത് മരങ്ങളാവട്ടെ, നമ്മൾ എന്ത് ചെയ്യും, ഇത് കൊടുക്കും, വളട്ട് കൊടുക്കും, നനച്ചു കൊടുക്കും, ഒക്കെ ചെയ്യും. നമ്മൾ വളമിട്ടാലും ശരി, നനച്ചാലും ശരി, ഒക്കെ ചെയ്താലും ശരി, ചിലപ്പോ എന്ത് ചെയ്യുന്ന അറിയോ, അയൽവാസിന്റെ പറമ്പൊക്കെ എന്ത് ചെയ്യും, തെങ്ങാണ്ട് വാളിയും. അത് എന്തുകൊണ്ടാ? വെളിച്ചം കിട്ടുന്നിടത്തേക്ക്
തെങ്ങ് അല്ലെങ്കിൽ മരങ്ങൾ ചായും. അതേപോലെയാണ് മനുഷ്യന്റെ മനസ്സും. വെളിച്ചം കിട്ടുന്നിടത്തേക്ക് ചായും. അപ്പോ വെളിച്ചം എവിടേക്കാണ് പോകുന്നത് അത് നമ്മൾക്ക് തന്നെ കൊടുക്കാൻ പറ്റണം. അപ്പൊ അങ്ങോട്ട് വളയുമ്പോ എന്താ പറയുക, സാധാരണ തെങ്ങ് വലിച്ചിട്ടെന്ന് പറയും ഞങ്ങളുടെ നാട്ടില്. അതേപോലെ നമുക്ക് വലിച്ചു കെട്ടാൻ പറ്റണം. വളയുമ്പോൾ, വളർന്നു വരുമ്പോ വളയുമ്പോ അത് വലിച്ചു കെട്ടി നേരെയാക്കാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കണം. അപ്പോഴേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നമ്മുടെ മക്കൾ ശരിയെന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഏറ്റവും നല്ല സാഹചര്യം നമ്മൾ ഉണ്ടാക്കി കൊടുക്കുക. ഈ സാഹചര്യം ഒരിക്കലും കുട്ടികൾക്ക് ബേർഡൻ ആവരുത്, അവരെ നിയന്ത്രിക്കുന്നതാവരുത്, അവർക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം കൊടുക്കുന്നതും ആവരുത്. ചൈൽഡ് ഫ്രണ്ട്ലി ആയിരിക്കണം. ഇപ്പോ എന്താണ്, ഒരിക്കൽ ഒരു ഫാമിലി അവര് വന്നു സംസാരിക്കാൻ വേണ്ടിയിട്ട്, എന്റെ മകളുമായി ഒന്ന് സംസാരിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് വന്നു. പ്രശ്നം എന്താന്ന് വെച്ചാല് മകള് പറഞ്ഞതൊന്നും അനുസരിക്കൂല, അതാക്കൂല. മകൾക്ക് എല്ലാറ്റിനും മകളുടേതായ തീരുമാനങ്ങളുണ്ട്. അപ്പോ അവളോട് ഇങ്ങനെ കുറച്ച് സമയങ്ങൾ ഇങ്ങനെ സംസാരിച്ച് എന്താണ് ഉപ്പാനെ കുറിച്ച് ഉമ്മാനെ കുറിച്ചൊക്കെ ഇങ്ങനെ പറഞ്ഞ സമയത്ത് അവൾ പറഞ്ഞൊരു കാര്യം എന്താന്ന് വെച്ചാൽ, ഉപ്പയമ്മ എന്നെ ഭയങ്കരമായിട്ട് നിയന്ത്രിക്കാണ്. നമുക്ക് എന്താ പറ്റില്ല, ഒരു സ്വാതന്ത്ര്യം ഇല്ല. നമുക്ക് വീട്ടിൽ പോലും ഒന്ന് തമാശ പറയുവാനോ ഒരു പരസ്പരം അറിഞ്ഞുകൊണ്ടുള്ള ഒരു കളികളോ അതൊന്നും നടത്താനുള്ള സാഹചര്യം പോലും നമുക്ക് എന്ത് ചെയ്യുന്നില്ല, പാരന്റ്സ് തരുന്നില്ല. എന്തെങ്കിലും ഒന്ന് പാട്ടാടിയാൽ പോലും ആ കുട്ടി പറയാണ്, വീട്ടിലൊന്ന് മൂളിപ്പാട്ട് പാടിയാൽ പോലും അന്ന് പാട്ട് പാടാൻ അറിയില്ലേ എന്ന് പറഞ്ഞുകൊണ്ട് നിയന്ത്രിക്കുന്ന വാപ്പയും ഉമ്മയും. നമ്മള് അവിടെ ശ്രദ്ധിക്കണം. കുട്ടികൾക്ക് അവരുടേതായ രസങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പാട്ട് പാടുമ്പോ അത് വളരെ വൾഗറായ മീനിങ്സ് ഉള്ള പാട്ട് നമുക്ക് അനുവദിച്ചു കൊടുക്കണ്ട. പക്ഷെ ഇസ്ലാമികമായ പാട്ടുകൾ ഉണ്ടല്ലോ, അത് നമുക്ക് അനുവദിച്ചു കൊടുത്തൂടെ? നമ്മൾ യാത്ര ചെയ്യുമ്പോൾ ചില ആളുകൾ ഫാമിലി ആയിട്ടൊക്കെ യാത്ര ചെയ്യുമ്പോൾ ക്ലാസ് കേൾക്കും, അതേപോലെ തന്നെ പ്രസംഗങ്ങളൊക്കെ ഇടും, മക്കളും ഭാര്യയൊക്കെ കേൾക്കട്ടെ എന്നുള്ളവർക്ക്. ശരിക്കും ഒരു യാത്ര ഒരു സന്തോഷത്തിന് പോകുമ്പോ ദീന് പഠിക്കണോണ്ടുള്ള വിരോധം കൊണ്ടല്ല കേട്ടോ ഞാൻ പറയുന്നത്. അത് കേൾക്കേണ്ടത് കേൾക്കന്നെ വേണം, അങ്ങനെ ഒന്നല്ല പറയുന്നത്. പക്ഷെ അവിടെ ചിലപ്പോ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, ഒരു ഓപ്പൺ ആയിട്ടുള്ള ഒരു സംസാരം നടത്തേണ്ട സ്ഥലമായിരിക്കും. ഒരു ബീച്ചിലേക്ക് നമ്മളൊന്ന് കറങ്ങാൻ പോകുന്ന സമയത്ത് അവിടെ എന്താ പറയാ, മരണത്തെ കുറിച്ചുള്ള പ്രസംഗം കേട്ടിട്ട് പോയാൽ എന്തായിരിക്കും അവസ്ഥ? ഓരോന്നിനും ഓരോ സന്ദർഭങ്ങളും സ്ഥലങ്ങളും ഉണ്ട്. ഒരു ബീച്ചിലേക്ക് അതല്ലെങ്കിൽ ഒരു ഔട്ടിങ്ങിന് പോകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അതൊരു സന്തോഷത്തിനാണ്. അത് മക്കളുടെ സന്തോഷം നമ്മൾ നോക്കണം, ഭാര്യന്റെ ഭർത്താവിന്റെ എല്ലാവരുടെയും സന്തോഷം നോക്കണം. അപ്പൊ സന്തോഷിക്കാനും സമയം വേണം, അതേപോലെ തന്നെ ഉത്ബോധനങ്ങൾക്കുള്ള സമയം അത് നമ്മൾ വേറെ കാണണം. എന്ന് വെച്ച് എല്ലാ സമയത്തും ഉത്ബോധനങ്ങൾ മാത്രം കൊടുത്തു കഴിഞ്ഞാൽ അത് കുട്ടികൾ പ്രയാസമാണ്. ആ ഒരു പ്രയാസമാണ് നേരത്തെ പറഞ്ഞ കുട്ടി എന്ത് ചെയ്തത് നമ്മളെ അറിയിച്ചത്. അപ്പൊ അതുകൊണ്ട് കുട്ടികൾക്ക് അവരുടെ കംഫർട്ടായ ഒരു സമയം, അവരോട് തുറന്ന് സംസാരിക്കാനുള്ള ഒരു സമയം, അവർക്കുള്ള ഒരു എൻജോയ്മെന്റ് കൊടുക്കാനുള്ള സമയം, അതൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ സാഹചര്യം സൃഷ്ടിക്കുന്നിടത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അതുപോലെ തന്നെ കുട്ടികൾക്ക് ഇങ്ങനെ അവസാനിപ്പിക്കുന്നത് ഒരുപാട് വൈഡായ ഏരിയയാണ് പാരന്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല്. ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, ഒരു കുറഞ്ഞ വാചകങ്ങൾ കൊണ്ട് അവസാനിപ്പിക്കാൻ പറ്റുന്ന സാധനമല്ല പാരന്റിംഗ് എന്നുള്ളത് എനിക്ക് തീർത്തും ഉറപ്പുണ്ട്. കാരണം എന്താ വെച്ചാല് പാരന്റിങ്ങിൽ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് പ്രായത്തിനനുസരിച്ച് പാരന്റിംഗ് ഉണ്ട്. ഒരു മാസം മുതൽ അഥവാ പ്രസവിച്ചത് മുതൽ 6 മാസം വരെയുള്ള കുട്ടിക്ക് കൊടുക്കേണ്ട പാരന്റിംഗ് അല്ല 6 മാസത്തിന് ശേഷം 1.5 വയസ്സ് വരെയുള്ള അതല്ലെങ്കിൽ 2 വയസ്സ് വരെയുള്ള കുട്ടിക്ക് കൊടുക്കേണ്ടത്. വ്യത്യാസമുണ്ട്. 6 മാസമുള്ള കുട്ടിയെ പരിഗണിക്കുന്ന രൂപത്തിലല്ല 2 വയസ്സുള്ള കുട്ടിയെ പരിഗണിക്കേണ്ടത്. 4-ാം വയസ്സിലെത്തുമ്പോൾ കുട്ടിക്ക് വേറെ പരിഗണനയാണ് കൊടുക്കേണ്ടത്. 6-ാം വയസ്സിലെത്തുമ്പോൾ കുട്ടിയുടെ ചിന്താഗതി മാറുന്നുണ്ട്, അതിനനുസരിച്ചുള്ള പരിഗണനയാണ് നമ്മൾ കൊടുക്കേണ്ടത്. നമ്മൾ എന്ത് ചെയ്യും, എല്ലാവരെയും ഒരേ നിലക്ക് നമ്മൾ ട്രീറ്റ് ചെയ്യും അല്ലെ? നമ്മളെ വീട്ടിലെ സാഹചര്യങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. നമ്മുടെ 2 വയസ്സുള്ള കുട്ടി, ഓൻ എന്തെങ്കിലും ആവശ്യത്തിന് കരയാണ്, നേരെ ഉമ്മാന്റെ അടുത്ത് വരും. ഉമ്മാന്റെ എന്താ പറയാ മാക്സി പിടിച്ച് ഉമ്മ അടുക്കളയിലാണ് എന്തെങ്കിലും കറി ഉണ്ടാക്കാനേക്കാരം, അല്ലെങ്കിൽ ദോശ ചൂടാനേക്കാരം, ചോറ് ഉണ്ടാക്കാനേക്കാരം ഉമ്മാനെ വാശി പിടിച്ച് വിളിക്കും. അപ്പൊ ഉമ്മ എന്താ ചെയ്യാ, വെറുതെ ഓരോന്നിനും വാശി പിടിച്ച് കരഞ്ഞ് ഇതൊക്കെ പറഞ്ഞിട്ട് അവനോടൊന്ന് ദേഷ്യപ്പെടും അല്ലെ? ഇനി അവന് എന്തെങ്കിലും അവിടെ ഒരു ചെറിയൊരു കുരുത്തക്കേട് കാട്ടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മള് ഇവിടെ ഈ കറി തളച്ചു വെക്കുന്നത് പേടിച്ചിട്ടാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാ, അങ്ങോട്ട് ഓടുന്നത്. അപ്പൊ ഈ ദേഷ്യത്തിൽ നമ്മൾ കൊടുക്കും മോനെ ഒന്ന് അല്ലെങ്കിൽ മോളെ ഒന്ന്. ചെറിയ കുട്ടിയാണ്.
ഇതൊക്കെ നമ്മൾ മാറ്റിയെടുക്കണം. നമ്മള് ലൈഫിൽ ഇങ്ങനെ കുറെ സിനാരിയോകളുണ്ട്. നമ്മൾ അറിയാതെ നമ്മുടെ മക്കളെ കേടുവരുത്തുന്ന, നമ്മുടെ മക്കളിലെ ക്യാരക്ടറുകളെ നഷ്ടപ്പെടുത്തി കളയുന്ന, നമ്മുടെ മോനോട് നമ്മൾ ദേഷ്യപ്പെടുമ്പോൾ അവരറിയാതെ ഉൾവലിച്ചിലുണ്ടാവുന്നുണ്ട്, സ്ട്രെസ് ഉണ്ടാവുന്നുണ്ട്, അവരുടെ കഴിവുകളെ അവർ ഉള്ളിലേക്ക് ഒതുക്കി വെക്കുന്നുണ്ട്. നമ്മൾ ദേഷ്യപ്പെടുമ്പോ ഇപ്പൊ ഈ അടുത്ത് ഒരു ഇത് വന്നത്, ഒരു 20 വയസ്സുള്ള 21 വയസ്സുള്ള ഒരു കുട്ടി, അവള് പറയുന്നത് എന്താന്ന് വെച്ചാല് ഉമ്മനോട് ഒരു കാര്യം അവൾ ഷെയർ ചെയ്യൂല. അപ്പൊ കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞപ്പോൾ അവള് പറയുന്നത് എന്താ വെച്ചാൽ ഉമ്മാനോട് എന്ത് കാര്യം അങ്ങോട്ട് പറഞ്ഞാലും ഉമ്മ ആദ്യം ദേഷ്യപ്പെടുകയാണ്. ദേഷ്യപ്പെടുകയാണ്. എന്നിട്ട് കാര്യത്തെ കുറിച്ച് അനലൈസ് ചെയ്ത് അതിന് എന്ത് ചെയ്യണമെന്ന് തീരുമാനം പറയുള്ളൂ. അത് നമുക്ക് പോസിറ്റീവ് ആയാലും ശരി നെഗറ്റീവ് ആയാലും ശരി ഉമ്മ ആദ്യം ദേഷ്യപ്പെടും. അതുകൊണ്ട് ഞാൻ ഉമ്മാനോട് സംസാരിക്കൂല, ഉമ്മാനോട് ഒരു കാര്യം ഞാൻ ഷെയർ ചെയ്യൂല. കാരണം ഉമ്മാന്റെ അടുത്ത് ഒരു സന്തോഷം പോയി പറഞ്ഞാലും ശരി, സങ്കടം പോയി പറഞ്ഞാലും ശരി, ഉമ്മ സ്വമേധയാ ഉണ്ടാക്കി വെച്ച ഒരു ക്യാരക്ടർ എന്താണ്, അത് ആദ്യം പോസിറ്റീവായിട്ട് പ്രതികരിക്കൂല, നെഗറ്റീവായിട്ട് പ്രതികരിക്കുള്ളൂ. പക്ഷെ അത് കുട്ടിയുടെ മനസ്സിൽ എന്തുണ്ടാക്കി, ഉമ്മനോട് ഇനി കാര്യങ്ങൾ ഷെയർ ചെയ്യണ്ട. അപ്പൊ ഇങ്ങനെ നമ്മൾ കുട്ടികളോട് ചീത്ത പറയുമ്പോൾ, കുട്ടികളോട് ദേഷ്യപ്പെടുമ്പോൾ, കുട്ടികളോട് എന്തെങ്കിലും നിലക്കുള്ള സംസാരങ്ങളൊക്കെ നടത്തുമ്പോൾ എന്ത് ചെയ്യാണ്, കുട്ടികൾ നമ്മളിൽ നിന്ന് അകലും. അത് മാത്രമല്ല, കുട്ടികളുടെ പല കഴിവുകളും എന്ത് ചെയ്യും, നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കും. ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം, ഒഴിവാക്കണം എന്നാണ് എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത്. അത് പറഞ്ഞു വന്നെന്താ വെച്ചാല് ഓരോ പ്രായത്തിലും നമ്മൾ കുട്ടികളെ പരിഗണിക്കേണ്ട രൂപത്തിൽ പരിഗണിക്കണം. 1 മുതൽ 4 വരെ വയസ്സ് പ്രത്യേകിച്ച്. അപ്പോ അതിൽ തന്നെ 2ഉം 3ഉം കാറ്റഗറികളുണ്ട്. 1 മുതൽ 4 വരെ വയസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എല്ലാം അബ്സോർബ് ചെയ്യുന്ന സ്പോഞ്ച് കണ്ടുകണങ്ങള്, സ്പോഞ്ച് വള്ളത്തിൽ കൂടി ഇങ്ങനെ കൊണ്ടുപോയാൽ വെള്ളം പരമാവധി അതിൽ വലിച്ചെടുക്കും. അതേപോലെയാണ് 1 മുതൽ 4 വരെയുള്ള കുട്ടികൾ. അവർ കാണുന്നതൊക്കെ പരമാവധി അബ്സോർബ് ചെയ്യുന്ന കാര്യങ്ങളാണ്. ആ സമയത്ത് നമ്മൾ കുട്ടികളോട് ചീത്ത പറഞ്ഞാൽ, കുട്ടികൾ മറ്റുള്ളവരോട് ദേഷ്യപ്പെട്ടുകൊണ്ട് സംസാരിച്ചാൽ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ കുട്ടി പഠിക്കും. എന്നാൽ അവിടെ നമ്മൾ നല്ല നിലക്ക് സംസാരിക്കുന്നു, അതേപോലെ തന്നെ നല്ല ബിഹേവിയറുകളാണ് അവരുടെ മുന്നിൽ നമ്മൾ പ്രകടിപ്പിക്കുന്നത് എങ്കിൽ, ഇപ്പോ സാധാരണ സൈക്കോളജിയിൽ പറയലുണ്ട്, ഈ കപ്പിൾസ് ഒക്കെ എന്തെങ്കിലും പ്രശ്നത്തിലൊക്കെ ആയിക്കൊണ്ട് വരുന്ന സമയത്ത് പറയുന്നത്, നിങ്ങൾ തല്ലുകൂടിക്കോളി, നിങ്ങൾ പരസ്പരം തമ്മിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അതൊരിക്കലും മക്കളുടെ വിഷയത്തിൽ എന്ത് ചെയ്യരുത്, മക്കൾ കണ്ടുകൊണ്ട് ഒരിക്കലും പരസ്പരം ആക്ഷേപിക്കുകയോ സംസാരിക്കുകയോ ചെയ്യരുത്. അവരുടെ പ്രൈവറ്റ് സ്പേസിൽ നിന്നിട്ട് എന്താവാം, ദേഷ്യപ്പെടലുകളാകാം, അതൊക്കെ ആകാം. പക്ഷെ മക്കൾ കണ്ടിട്ടുണ്ടെങ്കിൽ അത് അവരുടെ ക്യാരക്ടർ രൂപീകരിക്കുന്നതിലൊക്കെ പ്രയാസങ്ങൾ ഉണ്ടാകും. അപ്പൊ പറഞ്ഞത് 1 മുതൽ 4 വരെയുള്ള പ്രായം എന്ന് പറഞ്ഞാൽ അത് അബ്സോർബ് ചെയ്യുന്ന കാലാണ്. എന്നാൽ 4 മുതൽ 9 വരെ വയസ്സുള്ള ആ ഒരു സമയം എന്ന് പറഞ്ഞാല് എക്സ്പ്ലോറേഷന്റെ കാലാണ്. അവർ കുട്ടികൾ ഓരോന്ന് കാണുകയും അത് ജീവിതത്തിൽ പകർത്താൻ ശ്രമിക്കുകയും ചെയ്യുന്ന കാലാണ്. 4 മുതൽ 9 വയസ്സ് വരെ നമ്മള് വാപ്പ പള്ളിയിലേക്ക് ഇങ്ങനെ പോകുന്നത് കണ്ടു കഴിഞ്ഞാല് എന്ത് ചെയ്യും, കുട്ടിക്ക് മനസ്സിലാവും പള്ളിയിൽ പോകേണ്ടതാണ്, കുട്ടി അബ്സോർബ് ചെയ്യാണ്. ഉമ്മ വീട്ടിൽ നിന്ന് നിസ്കരിക്കുന്നുണ്ട്, ഖുർആൻ ഓതുന്നുണ്ട്, ഉമ്മ വലത് കൈ കൊണ്ട് കുടിക്കുന്നുണ്ട്, വലത് കൈ കൊണ്ട് തിന്നുന്നുണ്ട്, കുട്ടി കാണുന്നു, കുട്ടി അത് പ്രാവർത്തികമാക്കാൻ നോക്കുന്നു. അങ്ങനത്തെ കാലാണ്. അതുകൊണ്ടാണ് നബി പറഞ്ഞില്ലേ, മുറു ഔലാദക്കും അസ്വല, നിങ്ങൾ കുട്ടികളെ എന്ത് ചെയ്യാ, നിസ്കാരം അത് ശീലിപ്പിക്കണം. എപ്പോഴേ, 7 വയസ്സുള്ള സമയത്ത്. 10 വയസ്സായാൽ അവരോട് അടിക്കുകയും വേണം, അവരടിക്കുകയും വേണം. ആ പ്രായം നോക്കി 7 വയസ്സ് മുതൽ 10 വയസ്സ് വരെ കുട്ടികൾ ജീവിതത്തിലേക്ക് ഓരോ സാധനങ്ങള് പ്രാക്ടീസ് ചെയ്ത് കൊണ്ടുവരുന്ന സമയമാണ്. സൈക്കോളജി പറയുന്നു അത് 4-ാം വയസ്സ് മുതൽ തുടങ്ങും. 4-ാമത്തെ വയസ്സ്, 5-ാമത്തെ വയസ്സ് മുതൽ 10 വയസ്സ് വരെ, 9 വയസ്സ് വരെ കുട്ടി എന്ത് ചെയ്യാ, കാണുന്നതൊക്കെ ഇമിറ്റേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്ന കാലമാണ്. അപ്പോ അങ്ങനെയുള്ള കുട്ടികളുള്ള പാരന്റ്സ് എന്ത് ചെയ്യണം, കുട്ടികളിൽ നല്ല സ്വഭാവം ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ കുട്ടികളെ പറഞ്ഞ് അടിച്ച് നിർബന്ധിപ്പിച്ച് ചെയ്യല്ല വേണ്ടത്. മറിച്ച് എന്ത് ചെയ്യാ, ഓരോ മുന്നിൽ നിന്നിട്ട് ഓരോ കാണുന്ന ഓർക്ക് ഈ ശീലം ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് അവരെന്ത് ചെയ്യാ, കാണിച്ചു കൊടുക്കുക. അല്ലെ, ചില പാരന്റ്സ് നിസ്കരിക്കുമ്പോ കാണാ കുട്ടികള് 1 വയസ്സും 2 വയസ്സൊക്കെ ഉള്ള കുട്ടികൾ വന്നിട്ട് എന്ത് ചെയ്യണ്, സുജൂദ് ചെയ്യണ്, മുട്ടൊന്നും കുത്തിയിട്ടുണ്ടാവില്ല, അപ്പോഴും ഒരു സുജൂദ് ചെയ്യും. എന്തുകൊണ്ട്, കണ്ടു പഠിക്കാണ്. വാപ്പ 5 വക്തും പള്ളിയിൽ പോണ ആളാണെന്നുണ്ടെങ്കില് മോന് പറയും വാപ്പാന്റെ കൂടെ പള്ളിക്ക് പോണെന്ന്, കരയും.
അത് എവിടെയാണ് അത് ഉണ്ടാവപ്പെടുന്നത്? ആ സാഹചര്യം അവിടെ വരുമ്പോ സ്വാഭാവികമായും കുട്ടിയിൽ അതെന്ത് ചെയ്യും? ഓട്ടോമാറ്റിക് വന്നുകൊണ്ടിരിക്കും. അതേപോലെ തന്നെ 9 വയസ്സ് മുതൽ 12 വയസ്സ് വരെയുള്ള കുട്ടികൾ എന്ന് പറഞ്ഞാൽ അവിടെ ഐഡന്റിറ്റി ഉണ്ടാക്കുന്ന സമയമാണ്. ഞാനെന്ന ഒരു ബോധം അവരിലേക്ക് വരുന്ന സമയമാണ്. ഞാനൊരു ആണയക്കണേ, ഞാനൊരു പെണ്ണയക്കണേ, എനിക്ക് ഇന്റേതായ ചില കാര്യങ്ങളുണ്ട് എന്ന് ചിന്തിക്കുന്ന സമയമാണ്. അങ്ങനെയുള്ളവരോട് ഒരു നിലക്കാണ് നമ്മൾ ഇടപെടേണ്ടത്. 12 വയസ്സിന് അതല്ലെങ്കിൽ 13 വയസ്സിന് മുകളിലുള്ള കുട്ടികൾ, ഒരു 20 വയസ്സ് വരെ, 19-20 വയസ്സ് വരെ അഡോളസൻസ് പീരീഡ്, അവരോട് ഇടപെടേണ്ടത് വേറെ രൂപത്തിലാണ്. 20 വയസ്സിന് മുകളിലുള്ള കുട്ടികളോട് വേറെ രൂപത്തിലാണ്. അപ്പൊ ഓരോ കുട്ടികളോടും, നമ്മുടെ മക്കളോട് ഓരോ നിലക്ക് ഇടപെടേണ്ടത് ഓരോ രൂപത്തിലാണ്. അത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കണം. അത് ഇൻഷാ അല്ലാഹ് നമുക്ക് മറ്റൊരു സമയത്ത് അത് വളരെ വിശാലമായിക്കൊണ്ട് ഓരോ ഏരിയ എടുത്തിട്ട് നമുക്ക് പറയേണ്ട ഒരു സാധനമാണ്. നമുക്ക് മറ്റൊരു സമയത്ത് സംസാരിക്കാം ഇൻഷാ അല്ലാഹ്. അപ്പൊ എന്തായിരുന്നാലും പാരന്റിങ് എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കണമെന്ന് പറയുമ്പോൾ ഉള്ള കാര്യമാണ്. ഇത് വെറുതെ എന്തല്ല, ഒരു വളർന്നു വരുന്ന കുട്ടികൾ വളർന്നു വരുന്ന ഒരു സാഹചര്യം ഉണ്ട് അവർക്ക്. കുട്ടികളെ നമ്മൾ എന്ത് ചെയ്യണം? വളർത്താൻ ശ്രദ്ധിക്കണം. അത് ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇതിൽ ചെയ്യേണ്ടത്. അതേപോലെ തന്നെ ഇപ്പൊ ഒന്ന് പാരന്റ്സ് പറയുന്ന കാര്യമാണ് എന്ത്? സ്ക്രീൻ ടൈം. കുട്ടികൾ ഫുള്ള് ഡിവൈസിലാണ്, എങ്ങനെ ഞങ്ങൾ മാറ്റിയേക്കാം? എല്ലാരും ചോദിക്കണ കാര്യമാണ്, ഞങ്ങൾക്ക് എങ്ങനെ സ്ക്രീൻ മാറ്റിയേക്കാൻ പറ്റും? അല്ല, ഈ പറയുന്ന പാരന്റ്സിനോട് ഇപ്പൊ ഒരിക്കൽ എന്റെ അടുത്ത് ഒരു 2 കുട്ടികളും ഒരു പാരന്റും അവര് വന്നു. അവർക്ക് എന്ത് ചെയ്യാൻ പറ്റൂല, കുട്ടികള് സ്ക്രീനുമേ തന്നെയാണ്, ഫോൺ തന്നെയാണ്. സ്കൂൾ വിട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ എന്റെ കയ്യിൽ നിന്ന് ഫോൺ തട്ടിപ്പറിച്ചുകൊണ്ട് പിന്നെ എനിക്ക് ഫോൺ കിട്ടൂല എന്നാണ് ഉമ്മാന്റെ പരാതി. അപ്പൊ ഞാനിങ്ങനെ കുറച്ച് സമയം ആ ഉമ്മാനെ ഇങ്ങനെ കേട്ടിരുന്നു. അങ്ങനെ ഉമ്മ ഓരോ പരാതി ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞിട്ട് ഇങ്ങനെ ഞാൻ ഉമ്മനോട് ചോദിച്ചു, ഈ കുട്ടീന്റെ അടുത്ത് നിന്ന് ഫോൺ കിട്ടിയ പിന്നെ ഫോൺ എന്താ ചെയ്യാന്ന് വെച്ചു. ഞാൻ ഉപയോഗിക്കും. അപ്പൊ ഉമ്മ ഫുൾ ടൈം ഫോണിലാണ്. ആ ഉമ്മ എന്റെ കയ്യിൽ നിന്നാണ് കുട്ടി എന്ത് ചെയ്യണത്? ഫോൺ വാങ്ങുന്നത്. അപ്പൊ കുട്ടി കാണുന്നത് എന്താ? ഏത് സമയവും ഉമ്മ ഫോണിലാണ്. അടുക്കളയില് ജോലി ചെയ്യണോ, അവിടെ ഉമ്മ ഫോണിലാണ്. അവിടെ എന്തെങ്കിലും വെച്ച് എന്തെങ്കിലും കാണുന്നുണ്ടാവും. ഈ രൂപത്തിൽ നമ്മൾ 24 അവർ ഡിവൈസിൽ ഉണ്ടാവുക. എന്നിട്ട് നമ്മൾ കുട്ടികൾ ഫോൺ ഉപയോഗിക്കാൻ പാടില്ല എന്ന് പറയാം. അങ്ങനത്തെ സാഹചര്യം ഉണ്ടാവാൻ പാടില്ല. നമുക്ക് ഡിവൈസ് ഫ്രീ ഹവർ വീട്ടിൽ ഉണ്ടാവണം. വീട്ടില് എന്ത് ചെയ്യാൻ പാടില്ല? എല്ലാവരും തീരുമാനിക്കുക, ഇന്ന് എല്ലാ ദിവസവും 6 മണി മുതൽ 8 മണി വരെ ആരും ഫോൺ ഉപയോഗിക്കൂല, സോഷ്യൽ മീഡിയ ഉപയോഗിക്കൂല. ആ നിലക്ക് നമ്മൾ തീരുമാനിച്ച അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ടാക്കി കൊണ്ടുവന്നാൽ തീർച്ചയായും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മൾ കുട്ടികളുടെ സ്ക്രീൻ ടൈം കുറക്കാൻ പറ്റും. അവൻ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? റെഡി ആവണം. പിന്നെ മാത്രമല്ല, കുട്ടികളെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് ഒരു 6-7 വയസ്സ് വരെയുള്ള കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഒന്നും ഫോൺ വേണമെന്ന് അവർക്ക് നിർബന്ധമുള്ള പീരീഡേ അല്ല, അങ്ങനത്തെ സമയേ അല്ല കുട്ടികളെ സംബന്ധിച്ചിടത്തോളം. മറിച്ച് എന്താ പറയാ, നമ്മൾ ഫോൺ കാണുമ്പോ അതല്ലെങ്കിൽ ഫോണ് കിട്ടുന്ന ചില സാഹചര്യങ്ങളും സന്ദർഭങ്ങളും ഉണ്ട്. ഇപ്പൊ ചില രക്ഷിതാക്കള് ഭക്ഷണം കഴിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഫോൺ കൊടുക്കും. പണ്ടൊക്കെ കാർട്ടൂൺ ആയിരുന്നു, ഇപ്പൊ അത് ഫോണായി. ഭക്ഷണം കഴിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഫോൺ കാണിച്ചു കൊടുക്കും, എന്തെങ്കിലുമൊക്കെ കാണിച്ചു കൊടുക്കും. അപ്പൊ ഭക്ഷണം കഴിക്കുമ്പോൾ ഫോൺ വേണം എന്നുള്ള ഇൻഫർമേഷൻ ആരാ ആ കുട്ടിക്ക് കൊടുത്തത്? പാരന്റ്സായ നമ്മള്. അല്ലെങ്കിൽ കുട്ടി ഒരു കാര്യം നമ്മള് അലക്കാൻ പോകുമ്പോ അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യങ്ങൾക്ക് അടുക്കളയിലേക്ക് ജോലിക്ക് പോകുമ്പോ കുട്ടി വന്ന് ഇടങ്ങേറാക്കുന്നു. ആ ഇടങ്ങേറ് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എടുത്തു കൊടുക്കും. എന്നാ പോയി കണ്ടോ, ഫോണ് കൊടുക്കും. ഫോണ് കൊടുത്താൽ കുട്ടി അടുത്ത നാളെ വരും. ഉമ്മ അലക്കാൻ പോകുമ്പോ അല്ലെങ്കിൽ ഉമ്മ അടുക്കളയിലാകുമ്പോ എനിക്ക് ഫോൺ വേണം. അപ്പൊ സിനാരിയോകൾ നമ്മളാണ് ക്രിയേറ്റ് ചെയ്യണത്. കുട്ടിക്ക് എപ്പോ ഫോൺ വേണം? അപ്പൊ എന്റെ മോനെ സംബന്ധിച്ചിടത്തോളം അവന് ഒരു ദിവസം എന്റെ ഫോണിൽ എന്ത് ചെയ്തു, വീട്ടിലെത്തിയ സമയത്ത് അവന് ഈ മുസ്തഫ എന്ന് പറയുന്ന ഷെയ്ഖ് മിഷാരിന്റെ പാട്ടുണ്ട്. ആ പാട്ട് ഞാൻ വീട്ടിലെത്തി കഴിഞ്ഞാൽ അവനക്ക് എന്നും കേൾക്കണം. അതെന്താ വെച്ചാൽ ഒരു ദിവസം അവന് എത്തിയപ്പോ അവൻ ഈ പാട്ട് നല്ല ഇഷ്ടമായതുകൊണ്ട് അവൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പാടും. ഒരു ദിവസം അങ്ങനെ അവന് പാടിയപ്പോ ഞാൻ ഒരു ദിവസം ചെയ്താണ് ഇട്ടുകൊടുത്തു. സ്വാഭാവികമായും അവർക്ക് ഞാൻ വീട്ടിലേക്ക് എത്തുന്ന സമയത്തൊക്കെ ഈ മുസ്തഫ എന്ന പാട്ട് അവനക്ക് എന്റെ ഫോണിൽ നിന്ന് കേൾക്കണം. ആരാ അവിടുത്തെ കുറ്റക്കാരൻ? മോനാണോ ഞാനാണോ? അവിടുത്തെ കുറ്റക്കാരൻ ഞാനാണ്. കാരണം ഞാൻ വീട്ടിലേക്ക് എത്തിയാൽ, ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് എത്തിയാൽ എന്റെ ഫോണിൽ നിന്ന് മുസ്തഫ എന്ന പാട്ട് കേൾക്കണം എന്ന സിറ്റുവേഷൻ ഉണ്ടാക്കിയത് ഞാനാണ്. അപ്പൊ അവിടുത്തെ കുറ്റക്കാരൻ ഞാനാണ്. അതുപോലെ നമ്മുടെ മക്കളിലെ സ്ക്രീൻ ടൈം എങ്ങനെ ഉണ്ടായി അത് നമ്മൾ ആലോചിക്കുമ്പോ നമ്മൾ തന്നെയാണ് കാരണക്കാര്.
അപ്പൊ അതിനുള്ള സാഹചര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യുക, കുറച്ച് കൂടുന്നു വന്ന് കുട്ടികൾക്ക് മറ്റ് എൻഗേജ്മെന്റുകൾ കൊടുക്കുക, കളിക്കാനുള്ള സാഹചര്യം വീട്ടിലുണ്ടാക്കുക, അവർക്ക് ഓടിക്കളിക്കാനും ചാടി കളിക്കാനും ഒക്കെ ഉള്ള സാഹചര്യങ്ങൾ ഉണ്ടാക്കുക. ഇപ്പൊ ചില പാരന്റ്സ് ഉണ്ട്, കുട്ടികൾ വള്ളത്തിൽ കളിച്ചാൽ ഭയങ്കര അടിയും ഇതൊക്കെയാണ് കാരണം അല്ലെ, ബാത്റൂമിലൊക്കെ കയറിയിട്ട് വെള്ളം ഒലിക്കും, അതേപോലെ തന്നെ ഫ്ലഷ് അടിക്കും, മറ്റേ ഷവർ എടുത്തിട്ട് തിരിച്ചിട്ട് അതിന്റെ അടിയിൽ നിന്ന് ചാടി കളിക്കും. അങ്ങനെ ചെയ്തത് കൊണ്ട് എന്താണ് പ്രശ്നം? കുട്ടിന്റെ ഒരു എനർജി ഉണ്ട്. ഇപ്പൊ ചിലപ്പോ ഒക്കെ എന്റെ വൈഫ് പറയുന്ന ഒരു കാര്യമാണ് എന്ത്, കുട്ടികൾ ഓടും, ഭക്ഷണം കഴിക്കുന്ന സമയത്ത് കുട്ടികൾ ഓടും. അങ്ങനെ പലരും എല്ലാവർക്കും ഉണ്ടാവും, അനുഭവങ്ങൾ ഉണ്ടാവും. ചെറിയ കുട്ടികളാവുമ്പോ കുട്ടികളോടും എവിടെ ഓരോരുത്തർ ഒതുങ്ങി കൂടി ഇങ്ങനെ ഇരിക്കൊന്നുമില്ല, വലിയ ആളുകളെ പോലെ അവര് ഓടും. കാരണം അവരിൽ അത്രയും എനർജി ഉണ്ട്. ആ എനർജി ഒരു റിലീസ് ചെയ്യും, ഓടിയിട്ടും ചാടിയിട്ടും ജനൽമ കയറിയിട്ടും മതിലുമ കയറിയിട്ടും ഒക്കെ ഓരോ എനർജി റിലീസ് ചെയ്യും. നമ്മൾ അത് അക്സെപ്റ്റ് ചെയ്യുക. കുട്ടികൾക്ക് വള്ളത്തിൽ കളിക്കാൻ ഇഷ്ടമാണ്, വള്ളത്തിൽ കളിക്കാൻ അവസരം കൊടുക്കുക, അപകടമല്ല അതിരിക്കാൻ നമ്മൾ ശ്രദ്ധിച്ചാൽ മതി. അപ്പൊ ഇങ്ങനെ കുട്ടികൾ എന്ത് ചെയ്യാൻ പറയുന്നത്, ഓവറായിട്ട് നിയന്ത്രിക്കാൻ പറയുന്നത്, അനുവദിക്കാൻ പറ്റുന്നിടത്തൊക്കെ അനുവദിച്ച് എന്ത് ചെയ്യാ, ഇതൊക്കെ അനുവദിച്ചാൽ തന്നെ എന്ത് വരും, കുട്ടികളിൽ നിന്ന് സ്ക്രീന് മാറിക്കോളും. അവർക്ക് നല്ല കളിക്കാൻ പറ്റിയ, അവരുടെ സ്കില്ലുകൾ വർദ്ധിപ്പിക്കാൻ പറ്റിയ ടോയ്സുകള്, അതേപോലെ തന്നെ സാധനങ്ങളൊക്കെ ഉണ്ടാക്കി കൊടുക്കാം. ഇപ്പോ ഞാൻ നടത്തുന്ന ഒരു ഫേമാണ് എൻഫന്റ് എന്നുള്ളത്. അപ്പൊ അതിന് നടത്തുന്ന ഒരു സാധനമാണ് കുട്ടികൾക്ക് സ്കില്ല്, ബിഹേവിയർ, ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ വളർത്തി കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള ആക്ടിവിറ്റികൾ കൊടുക്കുക എന്നുള്ളത്. ഓരോ ദിവസവും ഒരാഴ്ചയിൽ 2-3 ആക്ടിവിറ്റികൾ കൊടുക്കും. അത് കൊടുത്തു കഴിഞ്ഞാല് എന്താ ഇപ്പൊ ഈ ദിവസം ഇന്ന ആക്ടിവിറ്റിയാണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ കുട്ടിന്റെ ചിലപ്പം ഒരു സ്കില്ലായിരിക്കും അവിടെ വളരാണ്ടാവുക, കുട്ടിയുടെ തിങ്കിങ് ആയിരിക്കും, അല്ലെങ്കിൽ കുട്ടിയുടെ ക്രിയേറ്റിവിറ്റി ആയിരിക്കും. ഇങ്ങനെ എന്തെങ്കിലും വളർത്താൻ പറ്റുന്ന ഒരു സ്കില്ല്, ഒരു ആക്ടിവിറ്റി നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ അത് കുട്ടി ചെയ്യും. അങ്ങനത്തെ ആക്ടിവിറ്റി ഓറിയന്റഡ് ആയിട്ട് നമ്മൾ കുട്ടികളെ മാറ്റി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുട്ടികളിൽ നിന്ന് സ്ക്രീൻ ടൈം സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യും, കുറഞ്ഞു വരും. അപ്പൊ ഈ രൂപത്തിൽ നമ്മൾ നമ്മുടെ സ്ട്രാറ്റജികളെ, നമ്മുടെ പാരന്റിങ് സ്ട്രാറ്റജികളെ മാറ്റിയെടുക്കാൻ നമ്മൾ ശ്രദ്ധിക്കുക. അതിനൊക്കെ അപ്പുറത്ത് പഠിച്ചവനെ കുറിച്ചിട്ടുള്ള ബോധം, അതാണ് ഏറ്റവും പ്രധാനം. പിന്നെ മക്കളോടുള്ള സംസാരം, അത് നല്ല നിലക്ക് സോഫ്റ്റ് ആയിക്കൊണ്ട്, നമ്മൾ ഒരിക്കലും ഹാർഡ് ആയിക്കൊണ്ട് നമ്മുടെ മക്കളെ വിളിക്കരുത്, ഹാർഡ് ആയിക്കൊണ്ട് നമ്മൾ മക്കളോട് സംസാരിക്കരുത്. അല്ലെ, ഖുറാനില് മക്കൾക്ക് കൊടുക്കുന്ന ഒരുപാട് ഉപദേശങ്ങൾ പല സ്ഥലങ്ങളിലുണ്ട്. അവിടെ ഒക്കെ നമുക്ക് കാണാം മക്കളെ സ്നേഹത്തോടു കൂടി വിളിക്കുന്ന ഒരുപാട് പ്രയോഗങ്ങൾ. അതിലൊന്നാണ് യാ ബുനയ്യ, എന്റെ പൊന്നുമോനെ, മോനെ എന്നല്ല, എന്റെ പൊന്നുമോനെ. പിന്നെ എത്ര അവിടെ താഴാനുണ്ടോ ഒരു വാപ്പ, ഒരു ഉമ്മ നമ്മുടെ മക്കളെ എത്രമാത്രം താഴ്ന്നുകൊണ്ട് വിളിക്കണം എന്നുള്ളതിന്റെ ഒരു മഹിതമായ ഉദാഹരണം ആ പ്രയോഗത്തിലുണ്ട്. എന്റെ പൊന്നുമോനെ, അല്ലെ? അതുപോലെ നമുക്ക് നമ്മുടെ മക്കളോട് നല്ല നിലക്ക് ദേഷ്യപ്പെടാതെ സംസാരിക്കാൻ പറ്റും. നമുക്ക് ദേഷ്യം വരും, ആ ദേഷ്യം വരുമ്പോഴും ആ ദേഷ്യം നമ്മുടെ മക്കളോട് നമ്മൾ പ്രകടിപ്പിക്കരുത്. അത് പ്രകടിപ്പിക്കാതെ അതിന്റെ പ്രശ്നം എന്താണെന്ന് അവർ ബോധ്യപ്പെടുത്തി കൊടുക്കാൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം, നമുക്ക് പറ്റണം. അതിനൊരു എന്താ പറയാ, ഒരു ജനാധിപത്യം ഉണ്ടാവണം. അവർക്ക് അവിടെ എന്തായിരുന്നത്, ഞാൻ പറയുന്നത് വാപ്പ ഉമ്മ എന്നുള്ള നിലക്ക് നമ്മൾ പറയുന്നത് കുട്ടികളിൽ അടിച്ചേൽപ്പിക്കുന്ന ഒരു രാജഭരണത്തിന്റെ സിസ്റ്റം അവിടെ ഉണ്ടാവരുത്. അവിടെ എന്ത് ചെയ്യാ, ഒരു ജനാധിപത്യം ഉണ്ടാവുക, കുട്ടിന്റെ അഭിപ്രായത്തെ മാനിക്കുക. എന്തുകൊണ്ട് കുട്ടിയുടെ അഭിപ്രായം പറ്റൂല എന്ന് നമുക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കുക. അതല്ലാതെ ദേഷ്യപ്പെട്ടുകൊണ്ടോ എതിർത്തുകൊണ്ടോ വെച്ചാൽ കുട്ടിക്ക് നമ്മളോട് ദേഷ്യം ഉണ്ടാവുള്ളൂ. നേരെ മറിച്ച് അത് പരിഗണിച്ചുകൊണ്ട്, അതല്ലെങ്കിൽ പിന്നീടാകാം, അതിന് എപ്പോഴാണ് അത് പോസിബിലിറ്റി ആവുന്നത്, അത് നിലക്ക് നമ്മൾ മാറ്റി കുട്ടിയുടെ ചിന്തയെ മാറ്റി കൊണ്ടുവരാൻ നമ്മൾ ശ്രദ്ധിക്കണം. അപ്പോഴാണ് നമുക്ക് കുട്ടിയുടെ വൈബിനൊത്ത് നമുക്ക് പോകാൻ പറ്റുള്ളൂ. അല്ലാതെ നമ്മുടെ വൈബിലേക്ക് കുട്ടീനെ കൊണ്ടുവരാന്ന് പറഞ്ഞാല് അത് നടക്കൂല. നമ്മുടെ ചിന്തയിലേക്ക് കുട്ടി ചിന്തിക്കാൻ പ്രയാസമാണ്. കാരണം കുട്ടിക്ക് 10 വയസ്സായിട്ടുള്ളൂ, അല്ലെങ്കിൽ 15 വയസ്സായിട്ടുള്ളൂ, 20 വയസ്സായിട്ടുള്ളൂ. നമുക്ക് 25, 30, 40, 50 ഒക്കെ വയസ്സുണ്ടാവും. ഈ 50 വയസ്സുള്ള നമ്മുടെ വൈബിക്ക് 10 വയസ്സുള്ള കുട്ടി വരിക എന്ന് പറഞ്ഞാല് അത് നടക്കൂല. അതിന് പകരം നമ്മൾ എന്ത് ചെയ്യാം, 10 വയസ്സുള്ളവന്റെ വൈബിലേക്ക് പോവുക. 50 വയസ്സുകാരന്റെ പക്വതയും 10 വയസ്സുകാരന്റെ വൈബും കൂടിച്ചേരേണ്ടത് അവിടെയാണ്. 50 വയസ്സുകാരന്റെ അതല്ലെങ്കിൽ 40 വയസ്സുള്ള ഉപ്പയുടെ ഉമ്മയുടെ വൈബും പക്വതയും 10 വയസ്സിൽ 5 വയസ്സ് 15 വയസ്സ് 20 വയസ്സുള്ള മകന്റെ മകളുടെ വൈബും
ഒന്നിച്ചു ചേർന്നുകൊണ്ടുള്ള ഒരു തീരുമാനമാണ് അവിടെ ഉള്ളതെന്നുണ്ടെങ്കിൽ മക്കള് ഫ്രണ്ട്ലി ആവും, മക്കള് നമ്മളെ പറഞ്ഞുകൊടുത്ത് കിട്ടും, മക്കള് നമ്മളെ ഉദ്ദേശിക്കുന്നിടത്തൊക്കെ വരും. നമ്മുടെ ഇഷ്ടങ്ങൾക്കപ്പുറത്ത് മക്കൾ നിൽക്കൂല. അപ്പൊ ആ നിലക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം? നമുക്ക് നമ്മുടെ മക്കളെ വളർത്തി കൊണ്ടുവരാൻ പറ്റണം. ഏതായാലും ഞാൻ അവസാനിപ്പിക്കാണ്. ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്, പക്ഷെ എല്ലാം കൂടി ഇപ്പൊ തുറന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ അവസാനിക്കില്ല ഈ സാധനം. ഇങ്ങനെ ഓരോ സെഗ്മെന്റ് ആയിട്ട് തന്നെ എടുക്കേണ്ട ഒരുപാട് വിഷയങ്ങളൊക്കെ ഉണ്ട്. ഞാൻ ആകെ പറയാൻ ശ്രമിച്ചത് ഒറ്റ കാര്യമുള്ളൂ, മക്കളെ നമ്മുടെ മക്കളായിക്കൊണ്ട് വളർത്തുക, നമ്മളായിക്കൊണ്ട് വളർത്താൻ ശ്രമിക്കരുത്. ആ ഒറ്റ പോയിന്റ് മാത്രമേ ഞാൻ എന്ത് ചെയ്തിട്ടുള്ളൂ, ഇവിടെ സൂചിപ്പിക്കാൻ ശ്രദ്ധിച്ചിട്ടുള്ളൂ. മക്കളെ മക്കളായിക്കൊണ്ട് വളർത്തുക, നമ്മളായിക്കൊണ്ട് വളർത്തരുത്. മക്കളുടെ വൈബ് അറിയാം, അവരുടെ ഇഷ്ടങ്ങൾ അറിയാം, അവരുടെ ആഗ്രഹങ്ങൾ അറിയാം. അവരിൽ ഒരുപാട് കുറവുകൾ ഉണ്ടാവും, നമ്മളെടുത്തില്ലേ ഒരുപാട് കുറവുകൾ. എല്ലാം തികഞ്ഞവരാണ്, എല്ലാം തികഞ്ഞവരാണ് നമ്മൾ ഓരോരുത്തരും. ഇല്ല, ചിലർക്ക് പഠിക്കാൻ കഴിവുണ്ടാവും, ചിലർക്ക് വേറെ എന്തെങ്കിലും സ്കില്ലുകളിലായിരിക്കും, ഒക്കെ വ്യത്യാസമുണ്ട്. പഠന മേഖല അത് വേറെ നമ്മൾ ചർച്ച ചെയ്യേണ്ടതാണ്. കുട്ടികളുടെ പഠന മേഖല, കുട്ടികളുടെ സ്ക്രീൻ ടൈം, കുട്ടികളുടെ ബിഹേവിയറുകൾ, ഇതൊക്കെ ഓരോന്ന് സെപ്പറേറ്റ് എടുത്ത് നമ്മൾ പഠനം നടത്തേണ്ട വിഷയങ്ങളാണ്. ഏതായിരുന്നാലും ഞാൻ അവസാനിപ്പിക്കുകയാണ്. മക്കളെ അറിയാം, അവരുടെ ഇഷ്ടങ്ങൾക്കൊത്ത്, എന്നാൽ ദീനിന് വിഘാതം നിൽക്കാത്ത രൂപത്തിൽ നമ്മൾ അവരെ വളർത്താൻ ശ്രമിക്കുക. അള്ളാഹുവിനെ കുറിച്ചുള്ള ബോധം അവരിൽ ഉണ്ടാക്കുക. എങ്കിൽ തീർച്ചയായും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മുടെ മക്കളെ എവിടേക്കും പറഞ്ഞേക്കാൻ പറ്റും. അള്ളാഹു ഉണ്ട് എന്ന ആ ഒരു ബോധം അവരിൽ വളർത്തി കഴിഞ്ഞാൽ, അല്ലെ, അതാണല്ലോ ഏറ്റവും പ്രധാനം. ആ ഒരു ബോധം നമ്മൾ ഉണ്ടാക്കി കൊടുക്കുക. കുട്ടികളെ വളരാൻ അനുവദിക്കുകയല്ല, വളർത്തുകയാണ് വേണ്ടത് എന്ന് അടിവരയിട്ട് സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. എന്തെങ്കിലും കാര്യങ്ങൾ സൂചിപ്പിക്കാനോ ചോദിക്കാനോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒരു 2-3 ചോദ്യങ്ങൾ ആണെങ്കിൽ എന്ത് ചെയ്യാം, ഉത്തരം നമുക്ക് പറയാം. ബാക്കി പിന്നെ ഏതെങ്കിലും സാഹചര്യങ്ങളിലൊക്കെ ആകാം എന്ന് തോന്നുന്നു. ഇൻഷാ അല്ലാഹ് ഏതായാലും അവസാനിപ്പിക്കുകയാണ്. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ചോദ്യം ചോദിക്കാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ മൈക്ക് ഓൺ ആക്കിയിട്ട് ചോദിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ